അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയനായ അധ്യക്ഷ സുഹൃത്ത്, ബഹുമാന്യനായ പാലക്കാട് സൗഹൃദ വേദിയുടെ ചെയർമാൻ ചേറ്റൂർ രാധാകൃഷ്ണൻ അവர்களെ, വേദിയിലും സദസ്സിലുമുള്ള സമാദരണീയരായ സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മിലേവരിലും പ്രപഞ്ചനാഥനായ ദൈവത്തിൻ്റെ അനുഗ്രഹാശിസുകൾ സദാ വർഷിക്കുമാറാവട്ടെ. സുന്ദരമായ ഈ സായാഹ്നത്തിലെ നമ്മുടെ സ്നേഹപൂർവമായ ഈ ഒത്തുകൂടൽ ഫലപ്രദവും പ്രയോജനകരമായി തീരുവാൻ പ്രപഞ്ചനാഥൻ സഹായിക്കുമാറാവട്ടെ. ഇപ്പോൾ ഇவ்விധം നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിനനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തെ വാഴ്ത്തുന്നതോടൊപ്പം ഇവിടെ സന്നിഹിതരായ നിങ്ങളുള്ള കടപ്പാടുകൾ വിനയപൂർവ്വം രേഖപ്പെടുത്തുകയും ചെയ്തു. നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത് തീർത്തും വ്യത്യസ്തനായ ഒരു വ്യക്തിയെയാണ്. അദ്ദേഹത്തിന് സമാനതകളില്ല, ഉദാഹരണങ്ങളുമില്ല. ദൈവത്തിൻ്റെ അന്ത്യദൂതനായ മുഹമ്മദ് നബി തിരുമേനിയുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും സംബന്ധിച്ച് അന്വേഷിക്കുവാനും പഠിക്കാനുമാണ് നാം ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. ഇത് ഫലപ്രദമായി തീരുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. മുഹമ്മദ് നബിയെ അനുസ്മരിപ്പിക്കുന്ന സ്മാരക സൗധങ്ങളോ സ്തംഭങ്ങളോ സ്തൂപങ്ങളോ ലോകത്തെവിടെയുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിമകളോ പ്രതിഷ്ഠകളോ ഇല്ല. എങ്കിലും ലോകമെങ്ങുമുള്ള മനുഷ്യ മനസ്സുകളിൽ അദ്ദേഹം ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ അദ്ദേഹവും ഉണ്ട്. അറേബ്യയിലെ മക്ക എന്ന പ്രദേശത്താണ് മുഹമ്മദ് നബി ജനിച്ചത്. ക്രിസ്തബ്ദം 570 അത്. ദൈവത്തെ മാത്രം ആരാധിക്കാനായി ആദ്യമായി പണികഴിപ്പിക്കപ്പെട്ട ദേവാലയമായ കഅബ സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ്. അതുകൊണ്ട് തന്നെ അവിടം ആദ്യകാലം മുതൽ തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു. ജനങ്ങളുടെ ശ്രദ്ധാകേന്ദ്രവുമായിരുന്നു അവിടം. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുല്ല പ്രവാചകൻ്റെ പിറവിക്ക് മുമ്പ് തന്നെ പരലോകം പ്രാപിച്ചു. മാതാവ് ആമിന 6ാമത്തെ വയസ്സിൽ അന്ത്യശ്വാസം വലിച്ചു. പരിരക്ഷണം ഏറ്റെടുത്ത പിതാമഹൻ അബ്ദുൽ മുത്തലിബ് 8ാമത്തെ വയസ്സിലും ഈ ലോകത്തോട് വിട പറഞ്ഞു. അതുകൊണ്ട് തന്നെ തീർത്തും അനാഥനായാണ് മുഹമ്മദ് നബി വളർന്നത്. ചെറുപ്രായത്തിൽ ഇടയവൃത്തിയിലായിരുന്നു വ്യാപൃതനായത്. ദൈവത്തിൻ്റെ അന്ത്യസന്ദേശം ഏറ്റുവാങ്ങാൻ പാകത്തിൽ ഈശ്വരൻ്റെ സവിശേഷമായ ശ്രദ്ധയിലും സംരക്ഷണത്തിലുമാണ് മുഹമ്മദ് നബി വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ അറേബ്യയിലെ മക്കയിലെ മലിനമായ സാഹചര്യത്തിൽ ജീവിച്ചിട്ടും വിശുദ്ധമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അക്രമവും അനീതിയും അജ്ഞതയും അന്ധവിശ്വാസവും അനാചാരങ്ങളും അശ്ലീലതയും അധാർമികതയും നിറഞ്ഞു നിന്നിരുന്ന സാമൂഹ്യാന്തരീക്ഷമായിരുന്നു അത്. എങ്കിലും സമൂഹം മോശമായി കരുതുന്ന ഒന്നുപോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു വെക്കപ്പെട്ട ഒരു പുസ്തകം പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം വ്യക്തവും സുവിദിതവുമാണ്. ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുമാറ് അവ ലോകത്തിനു മുമ്പിൽ പ്രകടമാണ് എന്നർത്ഥം. ഇടയവൃത്തിയിൽ വ്യാപൃതനായിരുന്ന മുഹമ്മദ് നബി പിന്നീട് കച്ചവടക്കാരനായി തീരുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ പോറ്റി വളർത്തിയിരുന്ന പിതൃവേൻ അബൂ ത്വാലിബ് സാമ്പത്തിക പരാധീനത അനുഭവിച്ചിരുന്ന വ്യക്തിയായിരുന്നതിനാൽ പ്രവാചകന് ചെറുപ്രായത്തിൽ തന്നെ ഉപജീവന മാർഗത്തിൽ പങ്കാളിയാവേണ്ടി വന്നു. അതിനാലാണ് ഇടയവൃത്തിക്ക് ശേഷം വ്യാപാരത്തിൽ വ്യാപൃതനാവേണ്ടി വന്നത്. മുഹമ്മദ് നബിക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നത്. വ്യാപാരി എന്ന നിലയിൽ വിശ്വസ്തതയിൽ ഏറെ അറിയപ്പെട്ടപ്പോൾ
കച്ചവടത്തിന് നേതൃത്വം നൽകിയിരുന്ന അതിൻ്റെ ഉടമസ്ഥയായ ഖദീജ എന്ന സ്ത്രീക്ക് പ്രവാചകനെ തൻ്റെ ജീവിത പങ്കാളിയായി ലഭിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായി. ആ താൽപ്പര്യം അറിഞ്ഞ പ്രവാചകൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അതിനാലാണ് നേരത്തെ 2 തവണ വിവാഹിതയായിരുന്ന 40 വയസ്സ് പ്രായമുള്ള ഖദീജയെയാണ് പ്രവാചകൻ 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചത്. ദിവ്യ സന്ദേശം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിലെ വിശുദ്ധി പോലെ തന്നെ സാമൂഹ്യ ജീവിതത്തിലും ഇടപെടുവാൻ മുഹമ്മദ് നബിക്ക് അവസരം ലഭിച്ചിരുന്നു. മക്കയിലെ മർദ്ദിതരായ ജനതയുടെ കൂടെ നിന്ന് യുദ്ധത്തിൽ പങ്കുവഹിക്കുവാൻ അദ്ദേഹത്തിന് ചെറുപ്രായത്തിൽ സന്ദർഭം ലഭിച്ചു. അപ്രകാരം തന്നെ മർദ്ദിതരായ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ സംരക്ഷണത്തിനും ഐക്യത്തിനും നീതിയുടെ സംസ്ഥാപനത്തിനു വേണ്ടി നടന്ന സന്ധിയിൽ, മുൽഫുൽ ഫുദൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്ധിയിൽ പങ്കാളിയാകുവാനും മുഹമ്മദ് നബിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തിന് മുമ്പാണ് കേടുപാടുകൾ സംഭവിച്ച കഅബയുടെ പുനർനിർമ്മാണമുണ്ടായത്. ആ കഅബയിലെ ശ്രദ്ധേയമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കല്ലാണ് ഹജറുൽ അസ്വദ് എന്നറിയപ്പെടുന്ന കറുത്ത ശില. ആ കല്ല് തൽസ്ഥാനത്ത് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ചുണ്ടായ തർക്കത്തിൽ തീർപ്പ് കൽപ്പിക്കുവാനും അദ്ദേഹത്തിന് അവസരമുണ്ടായി. അങ്ങനെ മാധ്യസ്ഥൻ എന്ന നിലയിലും സന്ധിയിലെ പങ്കാളി എന്ന നിലയിലും വിമോചന സമരത്തിലെ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച വ്യക്തി എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനായി. സമൂഹത്തിൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിന്നതുകൊണ്ട് അൽ അമീൻ എന്ന പേരിലാണ് നബി തിരുമേനി അറിയപ്പെട്ടിരുന്നത്. മക്കയിൽ നിലനിന്നിരുന്ന സാമൂഹ്യമായ സാഹചര്യത്തിൽ നിന്ന് അകന്നു വിശുദ്ധമായ പ്രദേശത്ത് ഏകാന്ത ധ്യാനത്തിലേർപ്പെടുവാൻ 40-ാമത്തെ വയസ്സിൽ പ്രവാചകൻ ആരംഭിച്ചു. ആ ഏകാന്തമായ ധ്യാനത്തിൻ്റെ മൗന സാന്നിധ്യത്തിലാണ് ആദ്യമായി ദിവ്യ സന്ദേശം ലഭിച്ചത്. പ്രവാചകൻ മക്കയിൽ നിന്ന് അകലെ 3 കിലോമീറ്റർ ദൂരെ ഹിറാ ഗുഹയിൽ നിൽക്കവേ അവിടെ കഴിഞ്ഞുകൂടവെയാണ് ആദ്യമായി മുഹമ്മദ് നബിക്ക് ദിവ്യ സന്ദേശം ലഭിച്ചത്. ആദ്യം ലഭിച്ച ദൈവത്തിൽ നിന്നുള്ള സന്ദേശം വായിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. നിൻ്റെ നാഥൻ്റെ നാമത്തിൽ വായിക്കുക, പേന കൊണ്ട് പഠിപ്പിച്ച ദൈവനാമത്തിൽ വായിക്കുക, മനുഷ്യൻ അറിയാത്തത് അവനെ അഭ്യസിപ്പിച്ച ദൈവത്തിൻ്റെ നാമത്തിൽ വായിക്കുക. ഇതായിരുന്നു ആദ്യമായി ലഭിച്ച ദിവ്യ സന്ദേശങ്ങൾ. ഖദീജ എന്ന പ്രിയപത്നിയിൽ നിന്ന് അവർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ സ്നേഹവും സഹോദരിയുടെ വാത്സല്യവും ഭാര്യയുടെ ലാളനയും ഒന്നുപോലെ നൽകിയ സഹധർമ്മിണിയായിരുന്നു. അവിടെ കൈകളിൽ നിന്ന് ഭക്ഷണപ്പൊതി ഏറ്റുവാങ്ങി ഹിറാ ഗുഹയിൽ പോയ പ്രവാചകൻ ദിവ്യ സന്ദേശം സ്വീകരിച്ച് ചുണ്ടുകളിൽ ദിവ്യസന്ദേശങ്ങളും ഹൃദയത്തിൽ ദൈവ വെളിപാടിൻ്റെ വെളിച്ചവുമായാണ് തിരിച്ചു വന്നത്. അതിനുശേഷം തുടർന്നുണ്ടായ 23 വർഷത്തെ ജീവിതത്തിൽ ദൈവത്തിന് ലഭിച്ച സന്ദേശങ്ങളുടെ സമാഹാരമാണ് ഖുർആൻ എന്ന വേദഗ്രന്ഥം. ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പ്രവാചകനും ഇസ്ലാമിക സമൂഹവും അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്ന നിലയിലാണ് ഖുർആൻ്റെ സൂക്തങ്ങൾ അവതീർണമായിട്ടുള്ളത്. മുഹമ്മദ് നബി തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പരിഷ്കരണത്തിന് അവലംബിച്ച മാർഗം ജനങ്ങളെയായിരുന്നു അതിനുവേണ്ടി വളർത്തിക്കൊണ്ടുവന്നത്. എന്താണ് സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ചാലകശക്തി എന്നതിൽ തീർച്ചയായും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. അതിമാനുഷനാണ് എന്നാണ് നിഷെ പറഞ്ഞത്. അഭിജാത വർഗമാണ് എന്ന് പ്ലേറ്റോ അഭിപ്രായപ്പെടുകയുണ്ടായി. മഹൽ വ്യക്തികളാണ് പരിവർത്തനത്തിൻ്റെ ചാലകശക്തി എന്ന് എമേഴ്സണും ശുദ്ധരക്തമൊഴുകുന്നവരാണ് എന്ന് അലക്സിസ് കാറലും പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ തന്നെ മനുഷ്യർ തന്നെയാണ്, അവിടെ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കുന്ന ജനങ്ങളാണ് സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്നതാണ് പ്രവാചകൻ അവലംബിച്ച രീതിയും അദ്ദേഹം മുന്നോട്ട് വച്ച ആശയവും. അതിനാൽ ജനങ്ങളോടായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. മുഹമ്മദ് നബി തിരുമേനിയെ സംബന്ധിച്ചിടത്തോളമുള്ള സവിശേഷത, മറ്റു പല നേതാക്കളും ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നവരും മാതൃകാ പുരുഷരുമാണ്. അവരിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ സ്വാതന്ത്ര്യ പോരാളികൾ ഉണ്ടായിട്ടുണ്ട്. അടിച്ചമർക്കപ്പെട്ട മനുഷ്യരുടെ വിമോചകരുണ്ടായിട്ടുണ്ട്. അതുപോലെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്.
സമൂഹത്തിൻ്റെ വിവിധമായ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ മാതൃകകൾ കാണിച്ച പല ആളുകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മുഴുവൻ ജീവിതത്തിലും അനുകരണീയമായ മാതൃക സമർപ്പിച്ചു എന്നതാണ് മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ സവിശേഷത. അദ്ദേഹം തൻ്റെ ഏറ്റവും വലിയ മഹത്വമായി എടുത്തു പറഞ്ഞത്, തൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമായി എടുത്തു കാണിച്ചത് ദൈവത്തിന് സന്ദേശം ലഭിക്കുന്നു എന്നതാണ്. നിരക്ഷരനായിരുന്നു മുഹമ്മദ് നബി. 40 വയസ്സിന് മുമ്പ് അദ്ദേഹം ഏതെങ്കിലും ശ്രദ്ധേയമായ ഒരു വരി കവിതയോ ഒരു വാചകം ഗദ്യമോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അക്ഷാഭ്യാസം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, വലിയ സാംസ്കാരികമായ പൈതൃകത്തിൻ്റെ അവകാശിയാകാൻ കഴിയുന്നൊരു ബാല്യമോ യൗവനമോ മുഹമ്മദ് നബി തിരുമേനിക്ക് ഉണ്ടായിരുന്നില്ല. 40-ാമത്തെ വയസ്സിൽ ആദ്യമായി ദിവസന്ദേശം ലഭിക്കുകയുണ്ടായി. ആ സന്ദേശമായി ലഭിച്ച വചനങ്ങൾ അന്നത്തെ സമൂഹത്തെ മാത്രമല്ല, ലോകത്തെ കാലത്തുമുള്ള മനുഷ്യരെ ആകർഷിക്കുന്നവയാണ്, അവർക്ക് സമാനതകൾ അവതരിപ്പിക്കാൻ കഴിയാത്തവയാണ് എന്നുകൂടി മനസ്സിലാക്കുവാൻ കഴിയും. സത്യസന്ധൻ അൽ അമീൻ എന്ന പേരിൽ അറിയപ്പെട്ട നബി തിരുമേനി തൻ്റെ വിശ്വസ്തതയുടെ തന്നെ പര്യായമായി, അതിൻ്റെ തന്നെ തെളിവായി അവതരിപ്പിച്ചത് തനിക്ക് ലഭിച്ച സന്ദേശങ്ങൾ തൻ്റെ സ്വന്തം വകയാണെന്ന് പറയാതെ ദൈവത്തിന് ലഭിച്ച സന്ദേശങ്ങൾ ദൈവത്തിൻ്റേത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് താൻ ദൈവദൂതൻ മാത്രമാണ് എന്ന് ഊന്നിപ്പറയുകയും ദൈവദൂതനായ മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുകയും തനിക്ക് ദൈവികമായ ഒരു കഴിവുമില്ല എന്ന് സമൂഹത്തോട് തുറന്ന് പ്രഖ്യാപിക്കുകയുമായി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു പ്രബോധകൻ എന്ന നിലയിൽ പ്രവാചക ജീവിതത്തിൽ നമുക്ക് മഹിതമായ മാതൃകകൾ കാണുവാൻ കഴിയും. മക്കയിൽ ഇസ്ലാമിക പ്രബോധനം അഥവാ മക്കയിൽ ദൈവത്തിന് തനിക്ക് ലഭിച്ച സന്ദേശങ്ങൾ സമൂഹത്തോട് പറയുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ആദ്യത്തെ സന്ദർഭത്തിൽ അവിടെയുള്ള അറിയപ്പെടുന്ന ഒരു മലയായ ഖുബൈസ് പർവ്വതത്തിൽ കയറി നിന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ മുമ്പിൽ സന്നിഹിതരായ ജനങ്ങളോട് ചോദിച്ചു, ഈ മലയുടെ മറുഭാഗത്ത് നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി സർവായുധ സജ്ജമായ ഒരു സൈന്യം വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അത് വിശ്വസിക്കും, കാരണം താങ്കൾ വിശ്വസ്തനാണ്, അൽ അമീനാണ്. ഇന്നോളം കള്ളം പറഞ്ഞിട്ടില്ലാത്ത താങ്കൾ ഈ മലയുടെ മറുഭാഗത്ത് ഒരു സൈന്യം ഞങ്ങൾ ആക്രമിക്കാനും സജ്ജമായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ അവിശ്വസിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് അവർ ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൻ്റെ മഹാസത്യത്തെക്കുറിച്ച് അദ്ദേഹം അവരെ ഉത്ബോധിപ്പിച്ചു. എന്നാൽ പാരമ്പര്യമായി തുടർന്നു വന്നിരുന്ന ആചാരങ്ങളോടും ചര്യകളോടും വിട പറയാൻ കൂട്ടാക്കാതിരുന്ന സമൂഹത്തിൽ വളരെ ചെറിയൊരു വിഭാഗം മാത്രമേ അദ്ദേഹത്തെ പിന്തുടർന്നുള്ളൂ. മഹാഭൂരിപക്ഷം ആളുകളും ശത്രുപക്ഷത്ത് അണിനിരക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മക്കയിൽ ജീവിതം ഏറെ ദുസ്സഹമായിരുന്നു, പ്രയാസപൂരിതമായിരുന്നു. എന്നാൽ എതിരാളികളിൽ നിന്നുണ്ടായ അക്രമത്തെ സഹിക്കുകയും ക്ഷമിക്കുകയുമല്ലാതെ ഒരിക്കലും അതിന് പ്രതിക്രിയ ചെയ്തിരുന്നില്ല. ഒരിക്കൽ മുഹമ്മദ് നബി തിരുമേനി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉടവാൾ അവിടെ ഈന്തപ്പനയുടെ മടലിൽ തൂക്കിയിട്ടിരുന്നു. അദ്ദേഹം ഉണർന്നപ്പോൾ എതിരാളിയുണ്ട് മുന്നിൽ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാളെടുത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, മുഹമ്മദേ, എന്നിൽ നിന്നാണ് ആരാണ് രക്ഷിക്കുക? നബി തിരുമേനി ധൈര്യത്തോടെ പറഞ്ഞു, എന്നെ അള്ളാഹു രക്ഷിക്കും. ഈ അസാമാന്യമായ പ്രസ്താവത്തിനു മുമ്പിൽ വിറച്ചുപോയ എതിരാളിയുടെ കയ്യിൽ നിന്ന് വാൾ നിലത്ത് വീണു. ആ വാൾ എടുത്തു പിടിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു, അല്ല, ഇപ്പോൾ എന്നിൽ നിന്ന് നിന്നെ ആരാണ് രക്ഷിക്കുക? അയാൾ പറഞ്ഞു, അങ്ങനെ രക്ഷിക്കണമേ, അങ്ങനെ സഹായിക്കണമേ, മാപ്പ് നൽകണമേ. നബി തിരുമേനി പറഞ്ഞു, താങ്കൾക്ക് പോകാം, ഞാൻ താങ്കൾക്ക് മാപ്പേകിയിരിക്കുന്നു. അദ്ദേഹം വിട്ടകന്നു പോവുകയായിരുന്നു. പക്ഷേ പ്രവാചകൻ്റെ കൺവട്ടത്തു നിന്ന് മറയുന്നതിന് മുമ്പ് അദ്ദേഹം തിരിച്ചു വന്ന് പ്രവാചകൻ്റെ അനുയായിയായി മാറുകയായിരുന്നു. ഈ സംഭവത്തെയാണല്ലോ മലയാളത്തിലെ ശ്രദ്ധേയനായ കവി വള്ളത്തോൾ അള്ളാഹു എന്ന കവിതയാക്കി മാറ്റിയത്. ഞാൻ സൂചിപ്പിക്കുന്നത്, പ്രബോധകൻ എന്ന നിലയിൽ തൻ്റെ പ്രബോധിതരായ ജനങ്ങളിൽ നിന്നുണ്ടായ എല്ലാ പീഡനങ്ങളെയും സഹിക്കുകയും ക്ഷമിക്കുകയുമായി ചെയ്തിരുന്നത്, വിട്ടുവീഴ്ച കാണിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മക്കയിൽ പ്രവാചകന് പരിരക്ഷ നൽകിയിരുന്ന പിതൃവ്യനായ അബൂ ത്വാലിബ് പ്രവാചകത്വത്തിൻ്റെ 10ാമത്തെ വർഷം പരലോകം പ്രാപിച്ചു. അതേ കൊല്ലം തന്നെ പ്രവാചകന് താങ്ങും തണലും ഇണയും തുണയുമായിരുന്ന സഹധർമ്മിണി ഖദീജയും ഈ ലോകത്തോട് വിട പറഞ്ഞു. അക്കാരണത്താൽ മക്കയിൽ ജീവിതം പ്രയാസകരമായി മാറി. അതിനാൽ തൊട്ടടുത്തുള്ള ത്വായിഫിൽ അഭയം തേടി. അവിടെയുള്ള തൻ്റെ അടുത്ത ബന്ധുക്കളോടും തൻ്റെ പരിചയക്കാരോടും സഹായമർത്ഥിച്ചു. പക്ഷേ ആരും സഹായം നൽകിയില്ല എന്ന് മാത്രമല്ല, അവർ അട്ടിയോടിക്കുകയും ചെയ്തു. പ്രവാചകൻ വ്രണിതമായ മനസ്സും വ്രണിതമായ ശരീരവുമായി അവിടെ നിന്ന് തിരിച്ചു വരവേ
അദ്ദേഹത്തെ ആട്ടിയോടിച്ച ജനതയ്ക്കെതിരെ ശിക്ഷാ നടപടിയെടുക്കുവാൻ അനുവാദം ആരാഞ്ഞു. അപ്പോൾ നബി തിരുമേനി അനുവാദം നൽകിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, ദൈവമേ, അള്ളാഹുവേ, എൻ്റെ ജനതയ്ക്ക് അറിയാത്തത് കൊണ്ടാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ, അവർ അറിയാത്തവരാണ്, അവർക്ക് നീ മാപ്പേകണമേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. അങ്ങനെ പ്രബോധിത സമൂഹത്തോടുള്ള ഉദാരമായ നിലപാടായിരുന്നു. പ്രവാചകൻ നടന്നു പോകവേ യഹൂദ സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പ്രവാചകൻ്റെ ശത്രുക്കൾ ആവശ്യപ്പെട്ടനുസരിച്ച് വീട്ടുകാർ ഒരു ചുമതല ഏൽപ്പിച്ചു. പ്രവാചകൻ്റെ ശരീരത്തിൽ അകം വടിച്ചു വാരിയ ചപ്പ് ചവറുകൾ കൊണ്ടിടുക എന്നതായിരുന്നു അത്. പല ദിവസങ്ങളിൽ ഇത് ആവർത്തിച്ചപ്പോൾ പ്രവാചകൻ്റെ അനുയായികൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ എന്തിന് സഹിക്കണം? ആ കുട്ടിയോട് നമുക്ക് പ്രതികാരം ചെയ്തുകൂടെ? പ്രവാചകൻ പറഞ്ഞു, ഞാൻ എന്തിന് ചെയ്യണം? എൻ്റെ ശരീരത്തിൽ ചപ്പ് ചവറുകൾ വീഴുമ്പോൾ ഞാനത് തട്ടിയിട്ടാൽ അതങ്ങ് പോകും. അതേസമയം ആ കുട്ടി ഈ പ്രവൃത്തിയിൽ ഏറെ സന്തോഷം അനുഭവിക്കുന്നുണ്ടാവും. ഞാൻ എന്തിനവളുടെ സന്തോഷം കെടുത്തണം? അല്പ ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ കണ്ടില്ല. രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും കണ്ടില്ല. അപ്പോൾ പ്രവാചകൻ തൻ്റെ അനിയന്മാരോട് ചോദിച്ചു, എന്താണ് നമ്മുടെ കുട്ടിക്ക് പറ്റിയത്? അവർ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി രോഗിയാണ് എന്ന്. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് അവളുടെ അടുത്ത് നിന്ന് പ്രപഞ്ചനാഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ കുഞ്ഞിൻ്റെ രോഗം നീ വേഗം ഭേദമാക്കണമേ, ഈ കുഞ്ഞിനെ നീ സുഖപ്പെടുത്തണമേ. മാത്രമല്ല, ആ കുട്ടിയോട് അവൾ അനുഭവിക്കുന്ന മനപ്രയാസത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാൻ പ്രവാചകൻ പ്രാർത്ഥിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഇത് ആ കുട്ടിയെ മാത്രമല്ല, അവളുടെ അച്ഛനമ്മമാരിലും വമ്പിച്ച മനപരിവർത്തനത്തിന് കാരണമായി. അവർ പ്രവാചകൻ്റെ അനുയായികളായി മാറുകയായിരുന്നു. മുഹമ്മദ് നബി സമൂഹത്തിൻ്റെ നേതാവായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. നേതാവെന്ന നിലയിൽ പ്രവാചകൻ്റെ ഏറ്റവും വലിയ സവിശേഷത വിനയമായിരുന്നു. ഒരിക്കൽ പ്രവാചകനും അനുയായികളും യാത്രയിലായിരുന്നു. അവരുടെ അടുത്ത് വിശ്രമിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഭക്ഷണം പാകം ചെയ്യാം. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഞാൻ ആടിനെ അറുക്കാം. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ തൊലി പൊളിക്കാം. മൂന്നാമത്തെ ഒരാൾ പറഞ്ഞു, എങ്കിൽ ഞാൻ കഷ്ണം മുറിക്കാം. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ പാകം ചെയ്യാം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്നാൽ വിറക് ഞാൻ കൊണ്ടുവരാം. അനുയായികളെ പറഞ്ഞു, അങ്ങ് കൊണ്ടുവരേണ്ടതില്ല, അത് ഞങ്ങൾ കൊണ്ടുവരുമല്ലോ. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഒരുവൻ മാത്രമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ ഒരുവനാവേണ്ടതുണ്ട്. ആ ചുമതല പ്രവാചകൻ സ്വയം നിർവഹിക്കുകയായിരുന്നു. ഞാൻ വന്നാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് പറഞ്ഞ ഒരുപക്ഷെ ലോകത്തിലെ ഏക ശ്രദ്ധേയനായ നേതാവായിരിക്കും മുഹമ്മദ് നബി തിരുമേനി. അദ്ദേഹം വരുമ്പോൾ അനുയായികളെ എഴുന്നേറ്റ് നിൽക്കാൻ അനുവദിക്കുമായിരുന്നില്ല. ജനങ്ങളുടെ കൂട്ടത്തിൽ അവരിൽ ഒരുവനായി ജീവിക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അറേബ്യയിലെ ഉദാരമതിയായ അരി എന്നൊരു ക്രൈസ്തവ സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പ്രവാചകനെ സന്ദർശിക്കാൻ വന്നു. അപ്പോൾ പ്രവാചകൻ്റെ അടുത്തൊരു കറുത്തവളായ അടിമപ്പെണ്ണുണ്ടായിരുന്നു. അവൾ പ്രവാചകനോട് പറഞ്ഞു, എനിക്ക് അങ്ങയുമായി കുറച്ച് സംസാരിക്കാനുണ്ട്, സ്വകാര്യമാണ് പറയാനുള്ളത്. നബി തിരുമേനി പറഞ്ഞു, മദീനയുടെ ഏത് തെരുവിൽ വെച്ചും എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാമല്ലോ. അങ്ങനെ ആ കറുത്തവളായ ആ അടിമപ്പെണ്ണ് പ്രവാചകനുമായി ദീർഘനേരം സംസാരിച്ചു. ഇതായിരുന്നു യഥാർത്ഥത്തിൽ അദീനെ ആകൃഷ്ടനാക്കിയത്. ജനങ്ങളുടെ ഇടയിൽ വേർതിരിച്ചറിയുന്ന വേഷവിധാനങ്ങളോ പ്രത്യേക ഹാവഭാവങ്ങളോ ഒരിക്കലും നബി തിരുമേനിക്കുണ്ടായിരുന്നില്ല. അവരിൽ ഒരുവനായി ജീവിച്ചു. അവർ യുദ്ധാവശ്യാർത്ഥം കിടങ്ങുഴിച്ചപ്പോൾ പ്രവാചകനും കിടങ്ങുഴിക്കൽ പങ്കുവഹിച്ചു. അവരുടെ ശരീരത്തിലൊക്കെ മണ്ണ് പുരണ്ടതുപോലെ പ്രവാചകൻ്റെ ശരീരത്തിലും മണ്ണ് പുരണ്ടു. നേതാവെന്ന നിലയിൽ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് അകന്നു നിൽക്കുന്ന ജീവിക്കുന്ന രീതിയായിരുന്നില്ല മുഹമ്മദ് നബി സ്വീകരിച്ചത് എന്നർത്ഥം. പ്രവാചകൻ ജേതാവായി മാറിയിട്ടുണ്ട്. മക്കയിൽ നിന്ന് വിട പറയേണ്ടി വന്നു. മക്കയിൽ ജീവിക്കാൻ പ്രയാസമായപ്പോൾ 13 വർഷമായിരുന്നു മക്കയിൽ സത്യപ്രബോധനം നിർവഹിച്ചത്. അവിടുത്തെ ജനങ്ങളിൽ സന്മാർഗം സ്വീകരിക്കാവുന്നവരെല്ലാം അദ്ദേഹത്തിന് അനുയായികളെ മാറി. പാറപ്പുറത്ത് വിത്തി വിതയ്ക്കുന്നത് ഫലശൂന്യമാകുന്നു എന്ന് അവരും മനസ്സാക്കുന്ന പോലെ മക്കയിൽ ഇനി തുടർന്നുള്ള പ്രവർത്തനത്തുകൊണ്ട് ഒരു നേട്ടവുമില്ല എന്ന് ബോധ്യമായ നബി തിരുമേനി അവിടെ നിന്ന് യസ്രിബ് എന്ന പ്രദേശത്തേക്ക് പലായനം ചെയ്തു. അദ്ദേഹം പോകുന്നതിന് മുമ്പ് അനുയായികൾ മുഴുവനും അങ്ങോട്ട് പോയിരുന്നു, അഥവാ അവരെ അങ്ങോട്ട് അയച്ചിരുന്നു. അപ്പോൾ പ്രവാചകനാണ് അദ്ദേഹത്തിൻ്റെ സഹചാരിയായ അബൂബക്കറുമാണ് ഏറ്റവും അവസാനമായി യസ്രിബിലേക്ക് പോയത്. അതാണ് ഇപ്പോൾ മദീന എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രവാചകൻ അവിടെ എത്തിയപ്പോൾ ആ പ്രദേശത്തിൻ്റെ പേര് മദീനത്തു നബി, പ്രവാചകൻ്റെ പട്ടണം എന്നായി മാറി. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അത് മദീന എന്ന പേരിൽ അറിയപ്പെടുന്നത്. മക്ക, മദീന. മക്കയിൽ ജനിച്ചിടമാണ്. മദീന പ്രവാചകൻ്റെ ഭരണത്തിൻ്റെ ആസ്ഥാനമായിരുന്നു. പ്രവാചകൻ്റെ അന്ത്യം സംഭവിച്ചതും മദീനയിലാണ്. മദീന എന്ന പേര് അതിന് ലഭിക്കാനുള്ള കാരണം പ്രവാചകൻ്റെ സാന്നിധ്യമായിരുന്നു. അങ്ങനെ
മദീനയിലേക്ക് പ്രവാചകൻ എത്തി. പിന്നീട് ജേതാവായി മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ജേതാവായി മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മക്ക മുഴുവനും പ്രവാചകൻ്റെ കീഴിൽ അകപ്പെട്ടു. അതിൻ്റെ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങളുണ്ടായിരുന്നു. പ്രവാചകൻ്റെ സ്വന്തം പിതൃവ്യനായ ഹംസയെ ക്രൂരമായി കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നെഞ്ച് പിളർത്ത് കരളെടുത്ത് കടിച്ചു തുപ്പിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് വഹ്ഷി എന്ന്. പ്രവാചകൻ ജേതാവായി മാറിയപ്പോൾ അദ്ദേഹത്തോട് പ്രതികാരം ചെയ്തില്ല. അദ്ദേഹത്തോട് പോകുവാൻ പറഞ്ഞു, മാപ്പ് കൊടുത്തു അദ്ദേഹത്തിന്. ആ കൃത്യത്തിന് നായകത്വപരമായ പങ്ക് വഹിച്ച അബൂ സുഫിയാൻ്റെ മകൾ ഹിന്ദുണ്ടായിരുന്നു. ആ ഹിന്ദുവിനും മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അബൂ സുഫിയാൻ്റെ സഹധർമ്മിയായ ഹിന്ദുണ്ടായിരുന്നു. ഹിന്ദിനും മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അവർക്ക് മാത്രമല്ല മാപ്പ് കൊടുത്തു, പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വിഷം പുരട്ടി ഉമർ ഇബ്നു വഹബ് എന്നൊരു വ്യക്തി മദീനയിൽ വന്നു. വളരെ ഗൂഢമായി വാൾ ഒളിപ്പിച്ചു വച്ചായിരുന്നു വന്നത്. പക്ഷേ പ്രവാചകൻ ഈ കാര്യം ദിവ്യ സന്ദേശത്തിലൂടെ മനസ്സിലാക്കി. അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ കൊല്ലാനല്ലേ വന്നത്? അദ്ദേഹം അത് സമ്മതിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മാപ്പ് തരുമോ? തീർച്ചയായും, താങ്കൾക്ക് പോകാം. പ്രവാചകൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. അവസാനം മക്ക വിജയം നടക്കുന്ന സന്ദർഭമുണ്ട്. മക്ക വിജയവേളയിൽ പ്രവാചകൻ്റെ മുമ്പിൽ എല്ലാ എതിരാളികളും കൊണ്ടുവരപ്പെട്ടു. ആരൊക്കെയായിരുന്നു അവിടെ കൂട്ടത്തുണ്ടായിരുന്നത്? അവരിൽ പ്രവാചകൻ്റെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്നിട്ടവരുണ്ടായിരുന്നു. പ്രവാചകനെയും അനുയായികളെയും 3 കൊല്ലം സാമൂഹ്യ ബഹിഷ്കരണത്തിന് വിധേയരാക്കിയവരുണ്ടായിരുന്നു. പ്രവാചകൻ്റെ ഒരുപാട് അനുയായികളെ ക്രൂരമായി കൊലപ്പെടുത്തിയവരുണ്ടായിരുന്നു. പ്രവാചകൻ മക്ക വിട്ട് മദീനയിലെത്തിയപ്പോൾ സ്വൈരം നൽകാതെ ഒരുപാട് യുദ്ധം നടത്തിയവരുണ്ടായിരുന്നു. പ്രവാചകൻ്റെ സ്വന്തം പല്ല് അമ്പെയ്ത് പൊട്ടിച്ചവരുണ്ടായിരുന്നു. എന്നിട്ടും പ്രവാചകൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇപ്പോൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, താങ്കൾ മാന്യനായ സഹോദരൻ്റെ മാന്യനായ മകനാണ്, അതുകൊണ്ട് ഞങ്ങൾ നന്മയെ പ്രതീക്ഷിക്കുന്നു. പ്രവാചകൻ അവരോട് പറഞ്ഞു, ലാ തസ്രീബ അലൈക്കും ഉൽ-യൗം, ഇന്ന് നിങ്ങൾക്കെതിരെ പ്രതികാരമില്ല. ഇദ്ഹബൂ അൻതുമു തുലഖാ, നിങ്ങളെല്ലാവരും പോകൂ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്, നിങ്ങളെല്ലാം നാം സ്വതന്ത്രരാക്കിയിരിക്കുന്നു എന്ന് അവരോട് പ്രഖ്യാപിക്കുകയും അവരെല്ലാം സ്വതന്ത്രരായി പറഞ്ഞയക്കുകയുമായിരുന്നു പ്രവാചകൻ ചെയ്തത്. അപ്പോൾ പ്രവാചകൻ നേതാവെന്ന നിലയിൽ, പ്രബോധകൻ എന്ന നിലയിൽ സമൂഹത്തിൽ അതുല്യമായ മാതൃകയാണ് കാഴ്ചവെച്ചത്. ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ എന്തായിരുന്നു പ്രവാചകൻ്റെ നിലപാട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരാൾ വന്ന് പ്രവാചകനോട് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ തൻ്റെ പള്ളിയിൽ ഇരിക്കുകയാണ്. പ്രവാചകൻ്റെ ചുറ്റും അനുചരന്മാരുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് താങ്കൾ ഒരു തെറ്റ് ചെയ്യാൻ അനുവദിക്കണം, മറ്റൊരു തെറ്റും ഞാൻ ചെയ്യുകയില്ല, എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം നൽകാം. അപ്പോൾ പ്രവാചകൻ്റെ ശിഷ്യന്മാർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ അന്ത്യദൂതനായ, സമൂഹത്തിൻ്റെ ഭരണാധികാരിയായ, നായകനായ തങ്ങളുടെ ആദരണീയനായ നേതാവിനോട് പറയുന്നു, വ്യഭിചരിക്കാൻ അനുവാദം തരണമെന്ന്. അതോ വ്യഭിചാരം കഠിനമായി വിരോധിച്ച ഇസ്ലാമിൻ്റെ പ്രവാചകനോട്. അതുകൊണ്ട് അവർക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിച്ചു. പ്രവാചകൻ പറഞ്ഞു, അരുത്, നമ്മുടെ ഒരു സഹോദരൻ്റെ ആവശ്യം നാം നിർവഹിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്. എന്നിട്ട് അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് മാതാവുണ്ടോ? ഉണ്ട്. താങ്കളുടെ മാതാവിനെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് താങ്കൾക്ക് ഇഷ്ടമാണോ? അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ ഞാൻ ഇഷ്ടപ്പെടും. താങ്കൾക്ക് സഹോദരിയുണ്ടോ? ഉണ്ട്. താങ്കളുടെ സഹോദരിയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് താങ്കൾക്ക് ഇഷ്ടമാണോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരിയെ വ്യഭിചരിക്കുന്നവൻ ഞാൻ വെറുതെ വിടുമോ? താങ്കൾക്ക് ഭാര്യയുണ്ടോ? ഉണ്ട്. അവളെ വ്യഭിചരിക്കുന്നതോ അവൻ എന്തായാലും ഭൂമിയിൽ ബാക്കിയുണ്ടാവുകയില്ല. മകളുണ്ടോ? ഒരു കൊച്ചുമോളുണ്ട്. അവളെ ആയാലോ അവൻ്റെ കഥ ഞാൻ കഴിക്കും. അപ്പോൾ നബി തിരുമേനി പറഞ്ഞു, ഞാൻ താങ്കൾക്ക് വ്യഭിചരിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു, പക്ഷേ അതാരുടെയും മാതാവോ സഹോദരിയോ മകളോ ഭാര്യയോ ആകാൻ പാടില്ല. അവിടെ നിന്നിറങ്ങിപ്പോകെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വ്യഭിചാരമായി, ഇപ്പോൾ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളത് വ്യഭിചാരമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രവാചകൻ തിരുമേനിയുടെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ രീതിശാസ്ത്രം ഇതായിരുന്നു. ഒരു കഥ ഒരിക്കൽ തൻ്റെ സമൂഹത്തോട് പറഞ്ഞു കൊടുത്തു. ഒരു ധർമ്മിഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പണക്കിഴിയുമായി ഒരു ദിവസം പുറത്തിറങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാനൊരു ധർമ്മം ചെയ്യും. അതൊരു ആദ്യമായി കണ്ടുമുട്ടിയ ഒരു കള്ളന് അത് നൽകി. അപ്പോൾ ആളുകൾ പറഞ്ഞു, കള്ളന് ദാനം ചെയ്തവൻ എന്തൊരു വിഡ്ഢി. അടുത്ത ദിവസവും അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാനൊരു ദാനം ചെയ്യും. അന്നും അദ്ദേഹം ഒരു പണക്കിഴിയുമായി പുറപ്പെട്ടു. അന്ന് അദ്ദേഹം കണ്ടൊരു വേശ്യയാണ്. ആ വേശ്യക്ക് ആ പണക്കിഴി കൊടുത്തു. അപ്പോഴും ആളുകൾ പറഞ്ഞു, തെരുവേശ്യക്ക് ദാനം ചെയ്ത ആൾ എന്തൊരു വിഡ്ഢിയാണ്. മൂന്നാമത്തെ ദിവസവും പറഞ്ഞു, ഇന്ന് ഞാനൊരു ദാനം ചെയ്യും. അന്ന് അദ്ദേഹം ആ പണക്കിഴി നൽകിയത് ഒരു പണക്കാരനാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഈ വലിയ ധനികന് ദാനം ചെയ്തവൻ എന്ത് വിഡ്ഢി. പക്ഷേ പ്രവാചകൻ അതേക്കുറിച്ച് പറഞ്ഞു, ആ മോഷ്ടാവ് മോഷ്ടിക്കാൻ കാരണം അയാളുടെ സാമ്പത്തിക പ്രയാസമായിരുന്നു. ദാനം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മോഷണം നിർത്തി. ആ വേശ്യയെ വ്യഭിചരിക്കാൻ പ്രേരിപ്പിച്ചത് അവരുടെ ജീവിതത്തിലെ കഠിനമായ പട്ടിണിയായിരുന്നു.
പണം കിട്ടിയപ്പോൾ അവൾ അത് നിർത്തി. അപ്രകാരം തന്നെ ആ ധനികൻ തനിക്ക് ധനം കിട്ടിയപ്പോൾ അയാൾക്ക് തോന്നി ഞാനും ഇതുപോലെ ദാനം ചെയ്യേണ്ടവനാണല്ലോ എന്ന്. അഥവാ സാമൂഹ്യ മാറ്റത്തിൻ്റെ രീതിശാസ്ത്രം മർദ്ദനത്തിൻ്റേതായിരുന്നില്ല, ശക്തി ചെലുത്തിൻ്റേതായിരുന്നില്ല, മറിച്ച് അവരുടെ മനസ്സുകളെ, അവരുടെ ആത്മാക്കളെ തൊട്ടുണർത്തുന്നതായിരുന്നു നബി തിരുമേനി സ്വീകരിച്ച മാർഗമെന്നർത്ഥം. ഒരിക്കൽ ഒരാൾ വന്ന് പ്രവാചകനോട് പറഞ്ഞു, വല്ലതും തരണമേ. യാചകനായിരുന്നു അയാൾ. നബി തിരുമേനി ചോദിച്ചു, നിന്റെ വശം ഒന്നുമില്ലേ, നിൻ്റെ വീട്ടിൽ ഒന്നുമില്ലേ? ആദ്യം പറഞ്ഞു ഒന്നുമില്ല എന്ന്. വീണ്ടും ചോദിച്ചു ഒന്നുമില്ലേ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, ഒരു പുതപ്പുണ്ട്, എങ്കിൽ അത് കൊണ്ടുവരും. പ്രവാചകൻ അതെടുത്ത് പിടിച്ചുകൊണ്ട് ഇതാര് വാങ്ങുമെന്ന് ചോദിച്ചു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഞാൻ ഒരു നാണയത്തിന് വാങ്ങാം. പ്രവാചകൻ ചോദിച്ചു, കൂടുതൽ ആരെങ്കിലും തരുമോ? മറ്റൊരാൾ പറഞ്ഞു, ഞാൻ 2 നാണയത്തിന് വാങ്ങാം. അങ്ങനെ പ്രവാചകൻ അയാൾക്കത് കൊടുത്തു. ആ 2 നാണയത്തിൽ ഒരു നാണയം യാചകത്തിൻ്റെ അടുത്ത് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ഒരു നാണയം കൊണ്ട് നീ ഒരു മഴു വാങ്ങി ആ വിറക് വെട്ടി വിറ്റ് ജീവിക്കും. 2ാമത്തെ നാണയം ഉപയോഗിച്ച് നീ നിൻ്റെ വീട്ടുകാർക്ക് ആവശ്യമായ സാധനം വാങ്ങിക്കൊടുക്കും. 15ാമത്തെ ദിവസം എന്നെ വന്ന് കാണണം. അദ്ദേഹം യാചന നിർത്തി തൊഴിലെടുക്കുന്ന, ഒരു പണിയെടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു തൊഴിലാളിയായി മാറുവാൻ പ്രവാചകൻ്റെ ഈ നിലപാട് കാരണമായി തീർന്നു എന്നർത്ഥം. ഭർത്താവ് എന്ന നിലയിലും ഏറ്റവും ഉന്നതമായ മാതൃകയായിരുന്നു പ്രവാചകനിലുണ്ടായത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 40 വയസ്സ് പ്രായമുള്ള ഖദീജയാണ് വിവാഹം കഴിച്ചത് എന്ന്. ഖദീജയുടെ ജീവിതകാലത്തും മരണശേഷവും അത്യധികമായ ആദരവോടുകൂടിയായിരുന്നു അവരോട് പെരുമാറിയത്. അവരോട് മാത്രമല്ല, അവരുടെ കൂട്ടുകാരികളെപ്പോലും ആദരിക്കുമായിരുന്നു. അവരുടെ വിയോഗശേഷവും അവരെക്കുറിച്ച് സംസാരിക്കുന്നത് തികഞ്ഞ ആദരവോടും സ്നേഹത്തോടെയുമായിരുന്നു എന്നതാണ് വസ്തുത. തൻ്റെ സഹധർമ്മിണിമാരോട് കൂടിയാലോചിക്കാതെ നബി തിരുമേനി സുപ്രധാനമായ ഒരു കാര്യവും ചെയ്തിരുന്നില്ല. എന്നല്ല, അവിടുന്ന് പറഞ്ഞു, എല്ലാ മനുഷ്യരോടും പറഞ്ഞു, നിങ്ങൾ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടിയാലോചിച്ചുകൊണ്ട് മാത്രമേ തീരുമാനം എടുക്കാവൂ എന്ന്. ഒരിക്കൽ സഹധർമ്മിണിയായിരുന്ന ആയിഷയ്ക്ക് തൻ്റെ വശമുണ്ടായിരുന്ന ഒരു പലഹാരം കൊടുത്തു. എന്തോ കാരണവശാൽ കോപ്പാകുലിയായിരുന്ന ആയിഷ അത് വലിച്ചെറിഞ്ഞു. പലഹാരം നിലത്ത് ചിതറി, പാത്രം പൊട്ടിത്തെറിച്ചു. നാം എന്താണ് ചെയ്യുക എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ പ്രവാചകൻ കോപാകുലനായില്ല, പ്രകോപിതനായില്ല. മറിച്ച് അവിടെ കുനിഞ്ഞു നിന്ന് മെല്ലെ ആ പലഹാരം പെറുക്കിയെടുക്കാൻ ശ്രമിച്ചു. ഉടനെ പ്രിയപത്നി ആയിഷ ഓടി വന്നു പ്രവാചകനോട് ക്ഷമ ചോദിക്കുകയും ആ കൃത്യം അവർ സ്വയം നിർവഹിക്കുകയും ചെയ്തു. നമുക്കറിയാമല്ലോ, പിന്നീട് ഒരിക്കലും അത്തരത്തിലുള്ള കാര്യം ആവർത്തിക്കുകയില്ല എന്ന്. ഇതായിരുന്നു പ്രവാചകൻ കുടുംബനാഥൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ വീട്ടിൽ സ്വീകരിച്ച നിലപാട്. പിതാവെന്ന നിലയിലുള്ള പ്രവാചകൻ്റെ സമീപനവും ഏറെ ഉദാരപൂർവമായിരുന്നു. തൻ്റെ പ്രിയപുത്രിയായ ഫാത്തിമയെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ അടുത്ത് വിരിപ്പിലിരുത്തി അവരെ സ്നേഹിക്കുകയും ലാളന പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പ്രവാചകൻ ഒരിക്കൽ തൻ്റെ പേരക്കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്ര ഇബ്നു ഹാബിസ് എന്നൊരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഒരു കുഞ്ഞിനെപ്പോഴും ഞാൻ ഇങ്ങനെ ലാളി ചോമനിച്ച് ചുംബിക്കാറില്ലല്ലോ. അപ്പോൾ നബി തിരുമേനിയുടെ മുഖഭാവം മാറി. അദ്ദേഹത്തോട് അല്പം പരുഷമായ ഭാഷ ചോദിച്ചു, താങ്കളുടെ മനസ്സിൽ നിന്ന് ദൈവം കാരുണ്യം എടുത്തു കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവരോട് ദൈവം കരുണ കാണിക്കുകയില്ല. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ. ഇറഹമു മൻഫിൽ അർള് ഇറഹമുക്കും മൻഫി സമാ, ഉപരിലോകത്തുള്ളവർ നിങ്ങളോടും കരുണ കാണിക്കും. ലാ ഇറഹമുല്ല മല്ല ഇറഹമുന്നാസ, ജനങ്ങളോട് കരുണ കാണിക്കാത്തവരോട് ഒരിക്കലും ദൈവം കരുണ കാണിക്കുകയില്ല. മദീനയിൽ പ്രവാചകൻ്റെ ആഗമനത്തോടുകൂടി ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായി. നിങ്ങൾ ആരും ധരിക്കേണ്ടതില്ല അവിടെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നു എന്ന്. അല്ല, മക്കയിൽ നിന്ന് വന്ന 100 ആളുകളും മദീനയിൽ പ്രവാചകൻ്റെ പാത സ്വീകരിച്ച 100 ആളുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ പ്രവാചകനെ അതിയായി സ്നേഹിച്ചു, ആദരിച്ചു. പ്രവാചകൻ്റെ പാത അവർ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ മതം സ്വീകരിക്കാതെ തന്നെ അവർ പ്രവാചകൻ്റെ വ്യവസ്ഥ ഇഷ്ടപ്പെടുകയായിരുന്നു. പ്രവാചകനെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ നഗരത്തിന് പ്രവാചകൻ്റെ പേര് നൽകുകയും ആ നഗരത്തിൻ്റെ ഭരണാധികാരിയായി പ്രവാചകനെ അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു, നിശ്ചയിക്കുകയും ചെയ്തു. ഭരണാധികാരി എന്ന നിലയിൽ പ്രവാചകൻ ആ സമൂഹത്തിൽ നയിച്ച ജീവിതം നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെട്ട പുസ്തകം പോലെയാണ്. ഏറെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ആ സമൂഹത്തിൽ സമ്പന്നരായ ആളുകളുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തുടങ്ങിയ വലിയ പണക്കാരായ ആളുകളുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ്റെ ജീവിതം സമൂഹത്തിലെ നേതാവാണ്, ദൈവത്തിൻ്റെ അന്ത്യദൂതനാണ്, ഭരണാധികാരിയാണ്, സർവ്വസൈന്യാധിപനാണ്, ന്യായാധിപനാണ്. എന്നിട്ടും പ്രവാചകൻ വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. എന്ന് മാത്രമല്ല, തൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും സമ്പാദിച്ചിരുന്നില്ല. അതിലുപരിയായി തൻ്റെ കുടുംബത്തിന്, മറ്റെല്ലാ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ട സകാത്ത് തൻ്റെ കുടുംബാംഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് നിബന്ധന വെക്കുകയും ചെയ്തു. അങ്ങനെ സമൂഹത്തിൻ്റേതായ ഒന്നും സ്വയം താനോ തൻ്റെ കുടുംബമോ ഉപയോഗിക്കുവാൻ ഇടവരരുത് എന്ന നിഷ്കർഷയായിരുന്നു നബി തിരുമേനിക്കുണ്ടായിരുന്നത് ഭരണാധികാരി എന്നതിൽ.
അതോടൊപ്പം ഭരണീയരോട് അസാധാരണമായ ഗുണകാംക്ഷ പുലർത്തിയിരുന്നു. ക്ഷമപൂർണമായ ഒരു രാഷ്ട്രത്തിൻ്റെ, സുഖസമ്പൂർണമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയായിരുന്നു പ്രവാചകൻ്റെ ചിന്തയും കർമ്മവും എന്നും എപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ അർത്ഥത്തിൽ പ്രവാചകന് യുദ്ധം നടത്തേണ്ടി വന്നിട്ടുണ്ട്. യുദ്ധം നയിച്ചപ്പോൾ സമർത്ഥനായ യോദ്ധാവിനെ പോലെ പൊരുതി. എന്ന് മാത്രമല്ല, യുദ്ധത്തിൻ്റെ ആസൂത്രണത്തിലും അങ്ങനെ ചെയ്തു. മക്കയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ശേഷവും മദീനയിലെത്തി അവിടെ പുതിയ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായ ശേഷവും മക്കയിലെ ശത്രുക്കൾ മാത്രമല്ല, ചുറ്റുമുള്ള ആളുകളെ സഹായത്തോടുകൂടി അവർ മദീനയെ പലതവണ ആക്രമിച്ചു. അങ്ങനെ മദീനയിലെ നവജാത ഇസ്ലാമിക രാഷ്ട്രത്തെ നിരന്തരമായി ആക്രമിക്കുകയും യുദ്ധം നടത്തുകയും ചെയ്തപ്പോൾ പ്രവാചകനും അവയെ എതിർക്കേണ്ടി വന്നു. അങ്ങനെ എതിർത്ത് യുദ്ധം ചെയ്തപ്പോൾ സമർത്ഥനായ ഒരു പോരാളിയെപ്പോലെ യുദ്ധം ചെയ്തു. നല്ല ആസൂത്രണം അതിൽ നടത്തി. പക്ഷേ ചില നിബന്ധനകൾ വെച്ചു. ഒരു യുദ്ധം കഴിഞ്ഞ് പ്രവാചകൻ്റെ അനുയായികൾ പ്രവാചക സന്നിധിയിൽ വന്നു. അവർ ഏതാനും കുട്ടികൾ കൊല്ലപ്പെട്ട കഥ പറഞ്ഞു. പ്രവാചകൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോൾ പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, കൊല്ലപ്പെട്ട കുട്ടികൾ നമ്മുടെ കുട്ടികളല്ല, ശത്രുക്കളുടെ കുട്ടികളാണ്. നബി തിരുമേനി പറഞ്ഞു, കുട്ടികൾക്ക് എന്ത് ശത്രു, എന്ത് മിത്രം? എന്താണ് കുട്ടികൾ ചെയ്ത തെറ്റ്? അതുകൊണ്ട് യുദ്ധരംഗത്താണെങ്കിൽ നിങ്ങൾ കുട്ടികളെ കൊല്ലാൻ പാടില്ല, സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, വൃദ്ധരെ കൊല്ലാൻ പാടില്ല, ആയുധമില്ലാത്തവനെ കൊല്ലാൻ പാടില്ല, പിന്തിരിഞ്ഞു പോകുന്നവനെ കൊല്ലാൻ പാടില്ല, ആരാധനാനിഷ്ഠരായി കഴിയുന്ന ആളുകളെ നിങ്ങൾ കൊല്ലാൻ പാടില്ല, ഫലവൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല, വയലുകൾ, കൃഷിയിടങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. അങ്ങനെ യുദ്ധത്തിൻ്റേതായ ഒരുപാട് നിയമങ്ങളും വ്യവസ്ഥകളും നൽകി. അതുകൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിൽ പോലും ചില രാഷ്ട്രങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ഈ യുദ്ധമര്യാദകൾ അവർ പാലിക്കുന്നത് എന്നർത്ഥം. അനിവാര്യമായി വരുമ്പോൾ യുദ്ധം നടത്തേണ്ടി വന്നേക്കാൻ ചില രാജ്യങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും. അങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ പോലും ഒരു നിരപരാധിയും കൊല്ലപ്പെടാതിരിക്കുക എന്നത് വളരെ മൗലികമായൊരു തത്വമായി നബി തിരുമേനി മുന്നോട്ട് വെച്ചു. കാരണം നബി തിരുമേനിയുടെ അവതീർണമായ വേദഗ്രന്ഥം പറയുന്നുണ്ട്, ഒമിൻ അജലി ദാലിക കതബനാ അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകന്നമാ ഖതലന്നാസ് ജമീഅ. നിരപരാധിയായ ഒരു മനുഷ്യനെ കൊല്ലുന്നത് മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്ന പോലെയാണ്. ഒരു മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുന്നത് മുഴുവൻ മനുഷ്യരെയും ജീവിക്കാൻ അനുവദിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ലോകത്തെങ്ങാനുമുള്ള മനുഷ്യർ, അവരുടെ വിശ്വാസം ഏതാവട്ടെ, ജാതി ഏതാവട്ടെ, മതമേതാവട്ടെ, ദേശമേതാവട്ടെ, ഭാഷ ഏതാവട്ടെ, അവരൊക്കെ ആദരണീയതാണ്. ഒലക്കത് കറംനാ ബനി ആദം, മനുഷ്യ മക്കളൊക്കെയും ആദരണീയരാണ്. അകാരണമായി ഒരൊറ്റ മനുഷ്യൻ്റെ ജീവനും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് യുദ്ധത്തിൽ പോലും നിരപരാധികൾ കൊല്ലപ്പെടരുത് എന്ന് കണിശമായ കൽപ്പന നൽകുകയായിരുന്നു പ്രവാചകൻ ചെയ്തത് എന്നർത്ഥം. നബി തിരുമേനി ഭരണാധികാരി എന്നതുപോലെ തന്നെ ന്യായാധിപനായിരുന്നു. ന്യായാധിപൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് മുമ്പിൽ പല കേസുകളും വരികയുണ്ടായി. ഒരിക്കൽ അവിടുത്തെ മഖ്സൂം എന്ന പ്രധാനമായ ഗോത്രത്തിലെ ഒരു സ്ത്രീ മോഷണക്കുറ്റം നടത്തി. അപ്പോൾ പ്രവാചകൻ്റെ സന്നിധിയിൽ ഈ കേസ് വരുന്നതിന് മുമ്പ് പ്രവാചകൻ്റെ മുമ്പിൽ ഒരാൾ ശുപാർശയുമായി എത്തി. ആ ഗോത്രത്തിലൊരു പെണ്ണ് കക്കുന്നത് അവർക്ക് അപമാനമായിരുന്നു. അതുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നത് തങ്ങളുടെ കുടുംബത്തിന് സഹിക്കാൻ കഴിയാത്തതാണ്, മാനക്കേടാണ് എന്നവർ മനസ്സിലാക്കി. അതിനാൽ പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത ആളെ സഹായം തേടി. അദ്ദേഹം പ്രവാചകൻ്റെ സന്നിധിയിൽ വന്ന് പ്രവാചകനോട് പറഞ്ഞു, നമുക്ക് ആ പെണ്ണിനെ പിടികൂടണ്ട, അതിനൊരു മാപ്പ് കൊടുത്തുകൂടെ? പ്രവാചകൻ്റെ മുഖം വിവർണമായി. പ്രവാചകൻ തൻ്റെ പള്ളിയിലെ പ്രസംഗപീഠത്തിൽ കയറി നിന്നു. അനുജന്മാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. അവരോട് പറഞ്ഞു, നിങ്ങളുടെ മുമ്പുള്ളവർ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്താണ് നിങ്ങൾക്കറിയാമോ? അവരെ പണക്കാർ മോഷ്ടിച്ചാൽ, പണക്കാർ കുറ്റങ്ങൾ ചെയ്താൽ അവരെ വെറുതെ വിടും. പാവപ്പെട്ടവർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കും. അതുകൊണ്ട് ദൈവമാണ് സത്യം, എൻ്റെ മകൾ ഫാത്തിമയാണ് തെറ്റ് ചെയ്തതെങ്കിൽ അവളെയും ഞാൻ ശിക്ഷിക്കും. നീതിയുടെ മുമ്പിൽ വിവേചനങ്ങളില്ല, എല്ലാവരും തുല്യരാണ്. ഇതായിരുന്നു നബി തിരുമേനിയുടെ പ്രഖ്യാപനം. നബി തിരുമേനിയുടെ ജീവിതത്തിൽ ചെറിയൊരു അബദ്ധം സംഭവിക്കാൻ പോവുകയായിരുന്നു. പ്രവാചകൻ്റെ അനുയായികൾ ഒരാളായ ബഷീർ എന്നൊരാൾ ഒരു പടയങ്കി മോഷ്ടിച്ചു. അതൊരു ജൂതൻ്റെ വശം പണയം വെച്ചു. പ്രവാചകൻ്റെ മുമ്പിൽ അത് കേസായി വന്നപ്പോൾ അയാൾ പറഞ്ഞു, കട്ടത് ഞാനല്ല, ജൂതനാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടുംബവും അവിടെ കൂടിയിരുന്ന് ആലോചിച്ചു. അപ്പോൾ അവരും പറഞ്ഞു, അവരും തീരുമാനിച്ചു, കട്ടത് ജൂതനാണെന്ന് പറയണം. കാരണം തെളിവ് അദ്ദേഹത്തിൻ്റെ എതിരാണ്, അദ്ദേഹത്തിനടുത്താണ് പടയങ്കിയുള്ളത്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും അങ്ങനെ തന്നെ കൂടിയാലോചിച്ച് തീരുമാനിച്ചു, കളവ് നടത്തിയത് ജൂതനാണെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നബി തിരുമേനിക്കും തോന്നി, ഇതെല്ലാവരും ഇങ്ങനെ പറയുന്നു, മോഷണം നടത്തിയത് ജൂതനാണെന്ന്. മാത്രമല്ല തൊണ്ടി സാധനമുള്ള ജൂതൻ്റെ വശമാണ്, അതുകൊണ്ട് ജൂതനായിരിക്കും കട്ടത് എന്ന് നബി തിരുമേനിക്കും തോന്നി. അദ്ദേഹത്തിനെതിരെ വിധി പ്രഖ്യാപിക്കാനുള്ള സന്ദർഭമാകുമ്പോൾ അതാ ദൈവം ഇടപെടുന്നു. അതായിരുന്നു പ്രവാചകൻ്റെ സവിശേഷത.
പ്രവാചകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ദിവ്യബോധം ലഭിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ഉടനെ ദൈവം ഇടപെടുമായിരുന്നു. ഉടനെ ദൈവത്തിന് വാക്യം അവതീർണമായി. 9 വേദവാക്യങ്ങൾ, 9 സൂക്തങ്ങളാണ്, 9 വചനങ്ങളാണ് അവതീർണമായി. ആ വചനം ആരംഭിക്കുന്ന ഇന്ന അൻസൽനാ, നാം നിനക്ക് അവതരിപ്പിച്ചിരിക്കുന്നു, എന്ത്, ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സത്യനിഷ്ഠമായാണ് അവതരിപ്പിച്ചത്. ഇന്ന അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്ഖി ലിതഹ്കുമ ബൈന്നാസി ബിമാ അറാക്കല്ലാഹ്. ഞാൻ നിനക്ക് കാണിച്ചു തന്നതുപോലെ വിധി നടത്താനാണ് സത്യനിഷ്ഠമായി ഈ വേദം ഞാൻ നിനക്ക് അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഒലാ തകുൻ ലിൽ ഖായിനീന ഹസീമ, നീ വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാവരുത്. പിന്നീട് പ്രവാചകനോട് ആവശ്യപ്പെട്ടു, നീ മാപ്പ് ചോദിക്കണം. കാരണം നിൻ്റെ മനസ്സിലും അനീതിയോട് എന്തോ ഒരു ചെറിയ ആഭിമുഖ്യം തോന്നിയല്ലോ, അതുകൊണ്ട് നീ ദൈവത്തോട് മാപ്പ് ചോദിക്കൂ. ഒലാ തുജാദിൽ, നീ ഒരിക്കലും തർക്കിക്കുപോലെ അനില്ലതിൻ എഹ്താനു അൻഫുസഹും, ആത്മവഞ്ചന നടത്തുന്ന ഒരാൾക്ക് വേണ്ടി നീ വാദിക്കരുത്. അഥവാ മുസ്ലിം സമുദായത്തിൻ്റെ സാമുദായികതയ്ക്കെതിരെ ഒരു ജൂതന് നീതി സ്ഥാപിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ 9 സൂക്തങ്ങൾ, അതിന് 4-ാം അധ്യായത്തിലെ 105 മുതൽ 113 വരെയുള്ള 9 വാക്യങ്ങൾ, 9 സൂക്തങ്ങൾ അവതീർണമായത് ഒരു ജൂതന് നീതി സ്ഥാപിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു, മുസ്ലിങ്ങളുടെ സാമുദായികവാദത്തിനെതിരെയായിരുന്നു അത് എന്നർത്ഥം. പ്രവാചകൻ്റെ ജീവിതത്തിൽ മറ്റൊരിക്കലും ഇങ്ങനെ ചെറിയൊരു വീഴ്ച സംഭവിച്ചു. പ്രവാചകൻ മക്കയിലെ പ്രമുഖരായ ഗോത്രത്തലന്മാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനികളായ നേതാക്കളാണ്. അവരുടെ മുമ്പിൽ സത്യത്തിൻ്റെ സന്ദേശം സമർപ്പിച്ചുകൊണ്ട് അവരെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കണ്ണ് കാണാത്തൊരു മനുഷ്യൻ അവിടെ കയറി വന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു, ഉമ്മു മക്തൂമിൻ്റെ മകൻ അബ്ദുള്ള. പ്രവാചകൻ അദ്ദേഹത്തെ വേണ്ടത്ര പരിഗണിച്ചില്ല, ചെറിയൊരു അശ്രദ്ധ കാണിച്ചു. അദ്ദേഹത്തെ ആദരിക്കുവാൻ പ്രവാചകൻ ആ സന്ദർഭം ഉപയോഗിച്ചില്ല. ഉടനെ ദൈവം അതിലിടപെട്ടു. ദൈവം പ്രവാചകൻ്റെ പ്രവർത്തനത്തെ നിരൂപണം ചെയ്തുകൊണ്ട് പറഞ്ഞു, അബസ വതവല്ല. പ്രവാചകൻ മുഖം ചുളിച്ചു. ആ അന്ധനെ പരിഗണിച്ചില്ല. അൻജാഹുലാമ, കണ്ണുപൊട്ടൻ വന്നപ്പോൾ, ആന്തനായ മനുഷ്യൻ വന്നപ്പോൾ വേണ്ടത്ര പരിഗണിച്ചില്ല. എന്ന് തുടർന്ന് 16 വാക്യങ്ങൾ, 16 സൂക്തങ്ങൾ ഈ അന്ധന് വേണ്ടി, കണ്ണുപൊട്ടന് വേണ്ടി നബി തിരുമേനിയുടെ നാവിലൂടെ ദൈവികമായ വചനങ്ങൾ അവതീർണമാവുകയുണ്ടായി. കാരണം മുഹമ്മദ് അല്ല സംസാരിക്കുന്നത് ദൈവമാണ്. മുഹമ്മദിൻ്റെ നാവിലൂടെ ദൈവം സംസാരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നബി തിരുമേനിയുടെ തന്നെ തീരുമാനങ്ങളെ പലപ്പോഴും ദൈവം തിരുത്തിയത്. ആ തിരുത്തിയവയിൽ ഒന്നായിരുന്നു ഈ കണ്ണ് കാണാത്ത മനുഷ്യനോട് ചെയ്ത സമീപനത്തെ നിശിതമായി നിരൂപണം ചെയ്ത്. അപ്രകാരം തന്നെ ജൂതന് നീതി സ്ഥാപിച്ചു കൊടുത്തത്. മറ്റൊരിക്കൽ പ്രവാചകൻ തൻ്റെ സഹധർമ്മിണിമാരുടെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് തേൻ കുടിക്കുകയില്ലെന്ന് പറഞ്ഞു. ഉടനെ ദൈവം ചോദിച്ചു, ദൈവം അനുവദനീയമാക്കിയ ഒന്ന് നിഷിദ്ധമാക്കാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? അതുകൊണ്ട് നബി തിരുമേനിയിലൂടെ തന്നെ ദൈവം പറഞ്ഞു, നീ പറയൂ ലോകത്തോട്, ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്, എനിക്കൊരു സവിശേഷതയേ ഉള്ളൂ, ആ ദൈവത്തിന് സന്ദേശം ലഭിക്കുന്നു എന്ന സവിശേഷത. എനിക്ക് ദൈവികമായ സൂക്തങ്ങൾ ലഭിക്കുന്നു, ദൈവത്തിൻ്റെ ദൂതനാണ് എന്നൊരു സവിശേഷതയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള മനുഷ്യനാണ്. എൻ്റെ വേർതിരിവുള്ളത് ദൈവസന്ദേശം ലഭിക്കുന്നു എന്നതാണ്. ആ സന്ദേശം മനുഷ്യരാശിക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. അതിൻ്റെ ആ ദൈവികമായ സന്ദേശത്തിൻ്റെ പ്രകാശനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അതിനാൽ പ്രവാചക പത്നിയോട് ഒരാൾ വന്ന് ചോദിച്ചു, പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? നബി തിരുമേനി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജീവിതം വേദഗ്രന്ഥമാണ്, ഖുർആനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അഥവാ അതിൻ്റെ പ്രകാശനമായിരുന്നു ആ ജീവിതത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ്റെ പേരെക്കുട്ടി ഒരിക്കൽ പൊതു മുതൽ നിന്നുള്ള കാരക്ക എടുത്ത് വായിലിട്ടു. നബി തിരുമേനി കൈയെടുത്ത് ആ കാരക്ക കുട്ടിയുടെ വായിൽ നിന്ന് എടുത്തുകൊണ്ട് പറഞ്ഞു, നിഷിദ്ധം ഭക്ഷിക്കാൻ പാടില്ല, ഇത് പൊതു സ്വത്താണ്. ഭരണാധികാരി എന്ന നിലയിൽ നമുക്ക് അവകാശപ്പെട്ടതല്ല ഇത്. ന്യായാധിപൻ എന്ന നിലയിൽ ഞാൻ ഇത് അനുവദിച്ചു തരാനും പാടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പ്രവാചകൻ തിരുമേനിക്ക് സന്ധി ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അത് ഏറ്റവും ശ്രദ്ധേയമായൊരു സന്ധി ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഹുദൈബിയ എന്ന പേരാണ്. മക്കയിലുണ്ടായിരുന്ന എതിരാളികളുമായിരുന്നു ആ സന്ധി. ആ സന്ധി പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന് എതിരായിരുന്നു, മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. കാരണം ആ സന്ധിയിലെ ഒരു വ്യവസ്ഥ, ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മക്കയിലെത്തിയാൽ അവരെ മദീനയിലെത്തിയാൽ അവർ മക്കയിലേക്ക് തിരിച്ചയക്കണം. അതേസമയം ആരെങ്കിലും പ്രവാചകൻ്റെ മാർഗം ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിൽ വന്നാൽ മടക്കി അയക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള ഒരുപാട് നിബന്ധനയോടുകൂടിയതായിരുന്നു ആ സന്ധി. ആ സന്ധി സംഭാഷണം നടന്ന് തീരുമാനമായപ്പോൾ തന്നെ ഒരു പ്രശ്നം ഉയർന്നു വന്നു. പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ ഉമറുൽ ഫാറൂഖിനെ പോലുള്ള ആളുകൾക്ക് പോലും ഈ സന്ധിയിലെ വ്യവസ്ഥ വേണ്ടത്ര അംഗീകരിക്കാൻ സാധിച്ചില്ല, പൊരുത്തപ്പെടാൻ പ്രയാസമായിരുന്നു. അദ്ദേഹം വന്ന് പ്രവാചകനോട് ചോദിച്ചു, അല്ല, താങ്കൾ ദൈവത്തിൻ്റെ ദൂതനല്ലേ? അതെ, ദൈവത്തിൻ്റെ ദൂതനാണ്. സത്യം നമ്മുടെ കൂടെയല്ലേ? അതെ. പിന്നെ എന്തിനാണ് നാം ഈ സന്ധി അംഗീകരിക്കുന്നത്?
അപമാനത്തിൻ്റെ ഈ സന്ധി? എന്തിനാണ് നമ്മൾ ഇത്രയേറെ വിട്ടുവീഴ്ച കാണിക്കുന്നത്? നമുക്ക് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനുള്ള കഴിവുണ്ടല്ലോ. നബി തിരുമേനി പറഞ്ഞു, ഇതാണ് ദൈവനിർദ്ദേശം. സന്ധിയുടെ മാർഗമാണ്, സമാധാനത്തിൻ്റെ മാർഗമാണ്. ആ സന്ധി തീരുമാനമുണ്ടായി. പക്ഷേ എഴുതി പൂർത്തിയാവുന്നതിന് മുമ്പ് ആ പ്രവാചകൻ്റെ അടുത്ത അനുയായിയായ അബൂ ജന്ദൽ എന്നൊരാൾ വരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വലിയ കഥയുണ്ട്. അദ്ദേഹം പ്രവാചകനും അനുയായികളും മദീനയിലേക്ക് പോയ ശേഷം ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയായിരുന്നു. പ്രവാചകനോടൊപ്പം ചേരാൻ വേണ്ടി ആദ്യത്തെ യുദ്ധത്തിൽ ശത്രുക്കളോടൊപ്പം മദീനയിലേക്ക് അവർ പോയി, ബദറിലേക്ക് പോയി. അവിടെ യുദ്ധവേളയിൽ അദ്ദേഹം മുസ്ലിങ്ങളുടെ കൂടെ അഥവാ പ്രവാചകൻ്റെ കൂടെ ചേർന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. അദ്ദേഹത്തെ എതിരാളികൾ മക്കയിലേക്ക് കൊണ്ടുവന്ന് തടവിലിട്ടു. അങ്ങനെ തടവിലിടുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും അടിച്ച് മുറിവേൽപ്പിച്ചു. അങ്ങനെ പഴുത്തൊലിക്കുന്ന മുറിയുമായിരുന്നു അബൂ ജന്ദൽ പ്രവാചകൻ്റെയും അനുയായികളുടെയും മുമ്പിൽ വന്നത്. അപ്പോൾ ശത്രുക്കളായ ആളുകൾ പറഞ്ഞു, സന്ധി വ്യവസ്ഥ അനുസരിച്ച് അദ്ദേഹത്തെ ഞങ്ങൾക്ക് വിട്ടുതരണം. പ്രവാചകൻ അനുയായികൾ പറഞ്ഞു, നമ്മൾ കരാർ എഴുതിയിട്ടില്ലല്ലോ, ഒപ്പിട്ടിട്ടില്ലല്ലോ, പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അവർ പറഞ്ഞു, സന്ധി എന്നത് വ്യവസ്ഥയാണ്, അത് പറഞ്ഞു കഴിഞ്ഞു, രേഖപ്പെടുത്തിയാലും ഇല്ലെങ്കിലും. നബി തിരുമേനിയുടെ തീരുമാനം അനുയായികൾക്കെതിരായിരുന്നു. അവിടുന്ന് പറഞ്ഞു, നാം കരാർ ചെയ്തിരിക്കുന്നു, എഴുതിയോ ഇല്ലേ എന്നത് പ്രശ്നമല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ വിട്ടുകൊടുക്കുകയായിരുന്നു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഇനിയും എന്നെ മർദ്ദിക്കാൻ വിട്ടുകൊടുക്കുകയാണോ? പ്രവാചകൻ പറഞ്ഞു, ഏതോ മോചനത്തിൻ്റെ വഴി നിന്നെ കാത്തിരിക്കും. അതായിരുന്നു സത്യം. പ്രവാചകൻ്റെ പ്രവചനം പുലരുകയായിരുന്നു. അദ്ദേഹം വിമോചിതനായി മാറുകയും ചെയ്തു. അപ്പോൾ കരാറിൻ്റെ കാര്യത്തിൽ അതിലെ വ്യവസ്ഥ പാലിക്കുക എന്നതിൽ പ്രവാചകൻ അസാധാരണമായ കണിശത പുലർത്തിയിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്, ഹിജറ പോവുകയാണ്. അപ്പോൾ പ്രവാചകൻ്റെ എല്ലാ അനുയായികളും പോയി കഴിഞ്ഞു. അവിടെ മുഴുവനും സ്വത്തുക്കളുള്ളത് മക്കയിലാണ്. എന്നാൽ മക്കയിലെ എതിരാളികളായ ആളുകൾ കുറേ സ്വത്തുക്കൾ സൂക്ഷിക്കുവാൻ മുഹമ്മദ് നബിയുടെ വശം ഏൽപ്പിച്ചിരുന്നു. അൽ അമീൻ സത്യസന്ധനയിൽ ആദർശപരമായി കഠിന വിരോധമുണ്ടായിരിക്കെ തന്നെ, ശത്രു ആയിരിക്കെ തന്നെ അവർ തങ്ങളുടെ സ്വത്തുക്കളൊക്കെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നത് മുഹമ്മദ് നബിയാണ്. അദ്ദേഹം എന്താണ് ചെയ്തതെന്നറിയാമോ? തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ അലിയെ അവിടെ താമസിപ്പിച്ചു, ഈ സ്വത്തുക്കളൊക്കെ മടക്കി കൊടുക്കാൻ വേണ്ടി. അതിനൊന്നുപോലും എടുത്തില്ല. ഭൗതികമായ തലത്തിൽ നോക്കിയാൽ അവ എടുക്കുന്നത് തെറ്റല്ല, കാരണം ഇവരുടെ മുഴുവൻ സ്വത്തും അവിടെ ഉണ്ട്. പിന്നെ എന്തിനാണ് ഈ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അല്പം ധനം മടക്കി കൊടുക്കുന്നത്? പക്ഷേ പ്രവാചകന് കണിശതയുണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും മൂല്യരഹിതമായി പെരുമാറരുത് എന്ന്. അതുകൊണ്ട് തന്നെ അതെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നർത്ഥം. സഹോദര സമൂഹങ്ങളോട് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? 21-ാം നൂറ്റാണ്ടിൽ കാണുന്ന മതസഹിഷ്ണുതയുടെ മഹിതമായ മാതൃകകളെക്കാൾ ഉജ്ജ്വലമായിരുന്നു അന്നത്തേതെന്നതാണ് വസ്തുത. പ്രവാചകൻ്റെ പള്ളിയിൽ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു സംഘം ചർച്ചയ്ക്ക് വേണ്ടി വന്നു. അവിടെ പ്രാർത്ഥനാ സമയമായി. അപ്പോൾ അവരിങ്ങനെ എന്തോ ഒരു അസ്വസ്ഥ പ്രകടിപ്പിക്കുന്നുണ്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥനാ സമയമായി. നബി തിരുമേനി പറഞ്ഞു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. അങ്ങനെ പ്രവാചകൻ്റെ മദീനയിലെ പള്ളിയിൽ ക്രൈസ്തവ സഹോദരന്മാർ അവരുടെ പ്രാർത്ഥന അവരുടെ രീതി അനുസരിച്ച് നിർവഹിക്കുകയുണ്ടായി എന്നർത്ഥം. അങ്ങനെയായിരുന്നു പ്രവാചകൻ സഹോദര സമൂഹങ്ങളോട് കാണിച്ച ഉദാരമായ നിലപാട്. ഹിജറയുടെ 5-ാമത്തെ വർഷം മക്കയിൽ കഠിനമായ ക്ഷാമമുണ്ടായി. അപ്പോൾ ആരാണ് മക്കയിലുള്ളത്? നിങ്ങൾ ഓർത്തു നോക്കൂ. മക്കയിലുള്ളത് പ്രവാചകനെ കഠിനമായി ദ്രോഹിച്ചവരാണ്, ആട്ടി ഓടിച്ചവരാണ്, സാമൂഹ്യ ബഹിഷ്കരണത്തിന് വിധേയരാക്കിയവരാണ്, ഒരുപാട് യുദ്ധം ചെയ്തവരാണ്, പ്രവാചകൻ അനുയായികളെ കൊന്നവരാണ്. ഒരൊറ്റ അനുയായി പോലുമില്ല. അവിടെയാണ് കഠിനമായ ക്ഷാമമുണ്ടായത്, ദാരിദ്ര്യമുണ്ടായി. സ്വാഭാവികമായി 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുക? ഞാൻ പറയേണ്ടതില്ലല്ലോ. എല്ലാ അക്രമവും ദ്രോഹവും ചെയ്ത ശത്രുക്കളായ ആളുകൾ മാത്രം താമസിക്കുന്ന നേരത്ത് വല്ല വിപത്തുമുണ്ടായാൽ സന്തോഷിക്കുകയല്ലേ ചെയ്യാം. പക്ഷേ നബി തിരുമേനി മദീനയിലെ പള്ളിയിലെ മെമ്പറിൽ കയറി എന്നിട്ട് പറഞ്ഞു, മക്കയിലെ നമ്മുടെ സഹോദരന്മാർ ദാരിദ്ര്യം അനുഭവിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലെ മുഴുവൻ ധാന്യവും നിങ്ങൾ കൊണ്ടുവരൂ. അത് മുഴുവനും അവർ കൊണ്ടുവന്നു. അത് മുഴുവനും ഒട്ടകപ്പുറത്ത് കയറ്റി. എന്നിട്ടത് കൊടുത്തയച്ചത് ആർക്കാണെന്നറിയാമോ? അവിടുത്തെ ശത്രുക്കളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ എന്ന ആൾക്ക്. അദ്ദേഹം അത് മുഴുവനും വാങ്ങി വിതരണം ചെയ്തു. അപ്പോൾ കഠിനമായ എതിരാളികളോട് പോലും സ്വീകരിച്ചിരുന്ന നിലപാട് ഉദാരമായിരുന്നു എന്നർത്ഥം. എന്ന് മാത്രമല്ല, സുമാമത്ത് ബിൻ ആദിൽ എന്നൊരാളുണ്ടായിരുന്നു, ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം പ്രവാചകൻ്റെ അനുയായിയായി ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം യമനിലെ നേതാവായിരുന്നു, ഗോത്രത്തലവനായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ യമനിൽ നിന്ന് 1 മണി ധാന്യവും മക്കയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഈ വിവരം നബി തിരുമേനി അറിഞ്ഞു. നബി തിരുമേനി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സുമാമ, ദൈവം തന്നെ നിഷേധിക്കുകയും തന്നിൽ പങ്കുചേർക്കുകയും തന്നോട് അതിക്രമം കാണിക്കുകയും ചെയ്യുന്നവരോട് കരുണ കാണിക്കുന്നവരാണ്. അതുകൊണ്ട് നാമും കരുണ കാണിക്കേണ്ടതുണ്ട്. അതിനാൽ മക്കയിലേക്ക് ധാരാളമായി ഗോതമ്പ് പോകട്ടെ, ധാന്യം പോകട്ടെ, അവർ സുഖകരമായി ജീവിക്കട്ടെ. ഇതായിരുന്നു നബി തിരുമേനി എതിരാളികളോട് സ്വീകരിച്ച നിലപാട്.
ആരുടെ സംരക്ഷണത്തിലാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി വളർന്നത്? ആദ്യത്തെ 10 വർഷം, പ്രവാചകത്വത്തിന് ശേഷമുള്ള ആദ്യത്തെ 10 വർഷം പ്രവാചകനും സകലവിധ സംരക്ഷണവും നൽകിയ മുസ്ലിമായ മനുഷ്യനായിരുന്നില്ല, മറിച്ച് അബൂ ത്വാലിബ് എന്ന മുസ്ലിം അല്ലാത്ത മനുഷ്യനായിരുന്നു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞ ശേഷം പ്രവാചകൻ ആരായിരുന്നു സംരക്ഷണം നൽകിയത്? മുത്തീം എന്ന മുസ്ലിം അല്ലാത്ത അവിടുത്തെ ഒരു ഗോത്രത്തലവനായ ആളായിരുന്നു. പ്രവാചക ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവങ്ങൾ ഒന്നാണല്ലോ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറ അല്ലെങ്കിൽ പലായനം. ആ പലായനത്തിന് പശ്ചാത്തലം ഒരുക്കിയത് അവിടെയുള്ള ഒരു കരാറായിരുന്നു, അഖബ എന്ന പേരിൽ അറിയപ്പെടുന്ന കരാർ. ആ കരാറിൽ പ്രവാചകന് വേണ്ടി ആരായിരുന്നു വാദിച്ചത്? പ്രവാചകൻ്റെ അടുത്ത അനുയായികളോ പ്രവാചകൻ്റെ കൂടെയുള്ള വിശ്വാസികളോ ആയിരുന്നില്ല, മറിച്ച് അന്നോളം പ്രവാചകന് അനുയായിയായിട്ടില്ലാത്ത, ഇസ്ലാം സ്വീകരിച്ചില്ലാത്ത അബ്ബാസ് എന്ന ആളായിരുന്നു. പ്രവാചകൻ്റെ പലായനം, നിങ്ങൾ ഹിജറ എന്ന പേരിൽ അറിയാം, പ്രവാചകൻ്റെ പലായനമുണ്ട്. ഹിജറ വർഷം ആരംഭിക്കുന്ന അങ്ങനെയാണല്ലോ. ആ പ്രവാചകൻ്റെ പലായനത്തിൽ ആരായിരുന്നു പ്രവാചകൻ്റെ വഴികാട്ടി? മുസ്ലിമായൊരു മനുഷ്യനായിരുന്നില്ല. അബ്ദുല്ലാഹിബ്നു ഉറൈഖിൽ എന്ന മുസ്ലിം അല്ലാത്തൊരു മനുഷ്യനായിരുന്നു വഴികാട്ടിയായി ഉണ്ടായത്. മാത്രമല്ല, പ്രവാചകൻ മരണവേളയിൽ പ്രവാചകൻ്റെ പടയങ്കി എവിടെയായിരുന്നു പണയം വെച്ചത്? പ്രവാചകൻ്റെ സമൂഹത്തിൽ ധാരാളം പണക്കാരായ ആളുകളുണ്ടായിരുന്നു, എന്നിട്ടും അത് പണയം വെച്ചത് ഒരു യഹൂദൻ്റെ വശമായിരുന്നു. അഥവാ സഹോദര സമൂഹങ്ങളോട് സ്വീകരിച്ചിരുന്ന നിലപാട് അവിധമായിരുന്നു എന്നർത്ഥം. സമൂഹത്തിലെ സമത്വം എന്നത് പ്രവാചകൻ എപ്പോഴും ഊന്നിയ ഒരു കാര്യമായിരുന്നു. അവിടുത്തെ ജീവിതത്തിൽ ഒരു ഹജ്ജേ നിർവഹിച്ചിട്ടുള്ളൂ. ആ ഹജ്ജ് വേളയിൽ നടത്തിയ ഒരു പ്രഭാഷണം ചരിത്രത്തിൽ ഏറെ അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ആ പ്രഭാഷണത്തിൽ നബി തിരുമേനി വേദഗ്രന്ഥത്തിൻ്റെ ഒരാശയത്തെ തൻ്റെ വചനങ്ങളിലൂടെ പ്രകാശിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇന്ന ഇലാഹക്കും വാഹിദ്, മനുഷ്യരെ നിങ്ങളുടെ എല്ലാവരുടെയും ദൈവം ഒന്നാണ്. ഇന്ന അബാക്കും വാഹിദ്, എല്ലാവരുടെയും പിതാവ് ഒന്നാണ്. എല്ലാവരും ആദം എന്നുള്ളവരാണ്. അതുകൊണ്ട് എല്ലാവരും സമന്മാരാണ്. എല്ലാവരും മണ്ണിൽ നിന്നുള്ളവരാണ്. ചീർപ്പിൻ്റെ പല്ലുകൾ പോലെ സമന്മാരാണ്. അതായിരുന്നു നബി തിരുമേനിയുടെ പ്രഖ്യാപനം. ഇത് പ്രവാചകൻ്റെ കേവലമായ ഒരു പ്രഖ്യാപനം മാത്രമല്ല, ജീവിതത്തിൽ പ്രയോഗതലത്തിൽ ഇങ്ങനെയായിരുന്നു കാണിച്ചു കൊടുത്തത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരിക്കൽ പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ അബൂദറും മറ്റൊരനുയായിയായ കറുത്തവനായ അടിമയായിരുന്ന ബിലാലും തമ്മിൽ ശണ്ട കൂടി. എന്തോ കാരണത്താൽ വഴക്കൂടി. അപ്പോൾ ബിലാൽ എന്ന കറുത്തവനായ വിദേശിയായ അടിമയെ പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായ ആത്മമിത്രമായ അബൂദർ വിളിച്ചുപോയി, ഇവന് സൗദാ, കറുത്തവളുടെ പുത്ര എന്ന് വിളിച്ചുപോയി. പ്രവാചകന് മുമ്പിൽ പരാതിയുമായി അയാൾ വന്നു. പ്രവാചകൻ തൻ്റെ സഹചാരിയായ ആത്മമിത്രമായ അബൂദറിനോട് ചോദിച്ചു, നീ ബിലാലിനെ അവൻ്റെ അമ്മയുടെ നിറത്തിൻ്റെ പേരിൽ അപമാനിച്ചോ? സംഭവം ശരിയാണെന്ന് ബോധ്യമായി. അപ്പോൾ പറഞ്ഞു, എങ്കിൽ താങ്കളുടെ സഹോദരനെ സന്തോഷിപ്പിക്കൂ. താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും അനിസ്ലാമികമായ ചിന്തയും വികാരങ്ങളുമുണ്ട്, അഥവാ വെള്ള വർണ്ണത്തോടുള്ള ആഭിമുഖ്യമുണ്ട്, അത് അവസാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അബൂദർ ഇത് കേട്ട ഉടനെ ബിലാലിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെ കാലിൻ്റെ അടുത്ത് കവിളിച്ചുകൊണ്ട് പറഞ്ഞു, ബിലാലെ, എൻ്റെ കവിളിൽ ചവിട്ടി താങ്കൾ എന്നോട് പകരം ചോദിക്കൂ എന്ന്. പക്ഷേ ബിലാൽ അദ്ദേഹത്തെ കോരിയെടുത്ത് ആലിംഗനം ചെയ്തു. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സമത്വം എന്ന പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയതായിരുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞ മക്ക വിജയമുണ്ട്. പ്രവാചകനും 10,000-കണക്കിന് അനുയായികളും ജേതാക്കളായി മക്കയിലേക്ക് വന്നു. മക്കയിലേക്ക് വരുമ്പോൾ ആരാണ് ആ പ്രഖ്യാപനം നടത്തേണ്ടത്? ഇത് മൗലിക പ്രധാനമായ ഒരു പ്രശ്നമാണല്ലോ. തങ്ങൾ ഒരിക്കൽ നാടുവിട്ടുപോയ ജന്മനാട്ടിലേക്ക് ജേതാക്കളായി വിജയികളായി തിരിച്ചു വരികയാണ്. ഈ വിജയത്തിൻ്റെ പ്രഖ്യാപനം നടത്തേണ്ടത് ആരാണ്? നമുക്കറിയാം, 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി തൻ്റെ ചരിത്രപ്രധാനമായ പ്രസംഗത്തിലൂടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എന്നാൽ മക്ക വിജയവേളയിൽ ആര് ഈ പ്രഖ്യാപനം നടത്തണം? ഭരണാധികാരിയായ, സർവ്വസൈന്യാധിപനായ, സമൂഹ നായകനായ, നേതാവായ, ന്യായാധിപനായ മുഹമ്മദ് നബിയുണ്ട്. പക്ഷേ നബി തിരുമേനി തിരഞ്ഞെടുത്ത ആരെയാണെന്നറിയാമോ? എത്യോപ്യൻ അടിമയായിരുന്ന കരിക്കട്ട പോലെ കറുത്തവനായ ബിലാൽ ഇബ്നു റബാഹിനെയായിരുന്നു. കാരണം ആ നബി തിരുമേനിക്കറിയാമായിരുന്നു തൻ്റെ വിപ്ലവത്തിലൂടെ വിമോചിതരാകുന്നത് ഇതുപോലുള്ള അടിമകളും ഏഴകളും തോഴകളും അഗതികളും അനാഥരും അവശരും പാവപ്പെട്ടവരും നിസ്സഹായരുമായ മനുഷ്യരാണ് എന്ന്. ബിലാലിൻ്റെ വർഗത്തിൻ്റെ, ബിലാൽ ഉൾപ്പെടുന്ന ലോകത്തിലെ പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിൻ്റെ വിപ്ലവത്തെ, അവരുടെ വിമോചനത്തിൻ്റെ വിപ്ലവമാണ് വിജയപൂർത്തിയിലെത്തിയത്. അതുകൊണ്ട് ആ പ്രഖ്യാപനം നടത്തുവാൻ പ്രവാചകനായ നബി തിരുമേനി തന്നെ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തെയായിരുന്നു, ബിലാലിനെയായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഉമയ്യത്തിൻ്റെ 12 അടിമകളിൽ ഒരാളായിരുന്നു. തലമുറകളിലൂടെ അടിമത്വം പേര് വന്നവനായിരുന്നു. അദ്ദേഹത്തെ മോചിപ്പിച്ചത് പ്രവാചകൻ്റെ സഹചാരിയായ ആത്മമിത്രമായ അബൂബക്കറാണ്. ആ ബിലാലിനെ വിളിച്ചുകൊണ്ട് തൻ്റെ കൈ വിശുദ്ധ കഅബയുടെ ചുമരിൽ കുത്തി. എന്നിട്ട് പ്രവാചകൻ്റെ കയ്യിൽ ചവിട്ടി ബിലാൽ കഅബയുടെ മുകളിലേക്ക് കയറി അവിടെ വെച്ച് ആ വിജയപ്രഖ്യാപനം നടത്തി. ഇത് സഹിക്കാൻ കഴിയാത്ത 4-5 ആളുകൾ മാത്രമാണെന്ന് മക്കയിലുണ്ടായിരുന്നു. അവർ പരിഹാസത്തോടെ പറഞ്ഞു,
കറുത്ത കാക്കത കാബയുടെ മുകളിൽ കയറി കുറുകുന്നു എന്ന്. പക്ഷേ അവിടെ ശബ്ദം പുറത്തു വന്നില്ല. കാരണം അവിടെ ശബ്ദം പുറത്തു വരാതിരിക്കുമാർ ആ സാമൂഹ്യ വിപ്ലവം പൂർണ്ണമായിരുന്നു എന്നതായിരുന്നു അതിന് കാരണം. ഈ സമത്വം എന്നും പ്രവാചകനിലും പ്രവാചക ജീവിതത്തിലും കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ലോകമെങ്ങുമുള്ള സമൂഹം ഏറ്റവും അവസാനമായി 20-ാം നൂറ്റാണ്ടിലെ കാഷ്യസ് ക്ലേ പോലും അമേരിക്കയിൽ അനുഭവിച്ച വർണ്ണവെറിയിൽ നിന്ന് മോചനം നേടുവാൻ ഈ മാർഗം സ്വീകരിക്കേണ്ടി വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എത്യോപ്യക്കാരനായ ബിലാൽ, റോമക്കാരനായ സുഹൈബ്, പേർഷ്യക്കാരനായ സൽമാൻ, അവരെല്ലാവരും പ്രവാചക സന്നിധി സമന്മാരായി തുല്യരായി കഴിയുകയുണ്ടായി. അപ്രകാരം തന്നെയാണ് പ്രവാചകൻ ഇതെല്ലാം പ്രേരയായി വർത്തിച്ചത്. കാരുണ്യമായി, അതിരുകളില്ലാത്ത കാരുണ്യം. ഒരിക്കൽ പ്രവാചക സന്നിധിയിൽ ഒരാൾ വന്നു. അന്നത്തെ ചില ഗോത്രങ്ങൾ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നു. ഇന്ന് ഗർഭപാത്രത്തിൽ വെച്ചാൽ കൊല്ലാറ്, പക്ഷേ അന്ന് പ്രസവിച്ച ശേഷമാണ് കൊല്ലാറ്. പ്രസവിച്ച ശേഷം കുഞ്ഞുങ്ങളെ കൊല്ലുമായിരുന്നു. അങ്ങനെ ഒരാൾ തൻ്റെ ഒരു ജീവിതാനുഭവം വിശദീകരിച്ചു. അയാൾ പ്രവാചകൻ്റെ അനുയായിയായ ശേഷം തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ അനുഭവം വിശദീകരിക്കുകയാണ്. എനിക്കൊരു മകളുണ്ടായിരുന്നു. അവൾ എൻ്റെ കൂടെ നടക്കാറായപ്പോൾ ഞാൻ അവളെ കുളിപ്പിച്ചു, വസ്ത്രം ധരിപ്പിച്ചു, കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ആളൊഴിഞ്ഞ മരുഭൂമിയിൽ എത്തിയപ്പോൾ ഞാൻ അവളെ അരികിൽ നിർത്തി. ഞാൻ കുഴി വെട്ടാൻ തുടങ്ങി. കുഴി വെട്ടിക്കൊണ്ടിരിക്കെ എൻ്റെ താടിരോമങ്ങളും നെറ്റിത്തടത്തിലും മണൽത്തരികൾ പറ്റിപ്പിടിച്ചു. എൻ്റെ കൊച്ചുമോൾ അവൾ ഇളം കൈകൾ കൊണ്ട് അവ തുടച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അതെൻ്റെ തീരുമാനത്തെ അല്പം പോലും മാറ്റിയില്ല. കുഴി വെട്ടിത്തീർന്നപ്പോൾ ഞാൻ എൻ്റെ മോളെ ആ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. അവൾ അച്ഛാ, ഉപ്പ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞു. ഞാൻ അവളുടെ വായിൽ മണൽ വാരിയിട്ടു. ആ കുഴി മൂടി. ഞാൻ തിരിച്ചു പോന്നു. വളരെ നിർവികാരമായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിന് ചിരപരിചിതമായ ഒരു സംഭവമായിരുന്നു ഇത്. പക്ഷേ പ്രവാചകൻ്റെ മനസ്സുലഞ്ഞു. പ്രവാചകൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുള്ളികൾ താടിരോമങ്ങളെ നനച്ചുകൊണ്ടിറ്റിറ്റ് വീണു. ഏറെ കഴിയും മുമ്പ് ലോകമെങ്ങാനും ജീവനോടെ കുഴിച്ചുമുടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവാചകൻ്റെ ആത്മദുഃഖം ദൈവികമായ സിംഹാസനം ഏറ്റുവാങ്ങി. വിശുദ്ധ ഖുർആനിൽ ഒരു വാക്യമായി അത് അവതീർണമായി. അതാണ് വൈദൽ മഊദത്തു സുഇലത്ത് ബി അയ്യിദംബി കുദ്രത്ത്. ജീവനോടെ കുഴിച്ചുമുടപ്പെടുന്ന പെൺകുട്ടികൾ മരണശേഷം മറുലോകത്ത് വെച്ച് ഈ അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യത്തിൽ ആ കുട്ടിയോട് ചോദിക്കും, മോളെ, നിൻ്റെ അച്ഛനും അമ്മയും എന്തിനു വേണ്ടിയാണ് നിന്നെ കൊന്നത്? നിൻ്റെ ബാപ്പയും ഉമ്മയും എന്തിനാണ് നിന്നെ കുഴിച്ചുമൂടിയത് എന്ന് അന്ന് ചോദിക്കുന്നൊരു ദിവസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുങ്ങളോട് മാത്രമല്ല എല്ലാവരോടുമുള്ള കാരുണ്യമായിരുന്നു പ്രവാചകനിൽ നിറഞ്ഞത്. മനുഷ്യരോട് മാത്രമല്ല കാരുണ്യം. പ്രവാചകൻ നടന്നു പോകിയ ഒരൊട്ടകം തോട്ടത്തിൽ ഇങ്ങനെ കരയുന്നു. അടുത്ത് ചെന്നപ്പോൾ പ്രവാചകൻ മനസ്സിലായി വിശന്നിട്ടാണ്. അതിലെ കണ്ണുകൾ തടവി അതിനെ തലോടിക്കൊണ്ട് ചോദിച്ചു, ആരാണ് ഇതിൻ്റെ ഉടമ? അപ്പോൾ അതിലെ ഉടമസ്ഥൻ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഒന്നുകിൽ ഇതിന് ആഹാരം കൊടുക്കൂ, അല്ലെങ്കിൽ അതിനെ തിന്നാൻ വിട്ടേക്കൂ എന്ന്. ഒരിക്കൽ പ്രവാചകനും അനുയായികളും ഇങ്ങനെ യാത്ര പോവുകയാണ്. തണുപ്പിൽ അവർ തണുപ്പകറ്റാൻ വേണ്ടി അല്പം തീ കത്തിച്ചു. അരികിലൂടെ നടന്നുപോയ നബി തിരുമേനിക്ക് മനസ്സിലായി, ഇതങ്ങ് കത്തിപ്പെടുന്നാൽ ഉറുമ്പുകൾ കരിഞ്ഞു പോകും. ഉടനെ നബി തിരുമേനി പറഞ്ഞു, ഉറുമ്പുകൾ കരിയും, അതുകൊണ്ട് ഈ തീ കെടുത്തണമെന്ന് പറഞ്ഞു. ഉറുമ്പുകൾ കരിയാൻ പാടില്ല എന്നായിരുന്നു. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഒരു പാപ്പിയായ പെണ്ണുണ്ടായിരുന്നു. ആ പാപ്പിയായ പെണ്ണ് ദാഹിച്ചു വലഞ്ഞൊരു പട്ടിക്ക് വെള്ളം കൊടുത്തു. അതവളുടെ പാപമോചനത്തിന് കാരണമായിത്തീർന്നു. മറ്റൊരിക്കൽ പറഞ്ഞു, പൂച്ചയെ കെട്ടിയിട്ട് തിന്നാൻ കൊടുക്കാതിരുന്നാൽ അത് കൊടിയ പാപമാണ്, ശിക്ഷാർഹമായ കുറ്റമാണ് എന്ന്. ജീവജാലങ്ങളോട് പോലും ഇവിധം കരുണ കാണിക്കണമെന്ന കണിശത നബി തിരുമേനിക്കുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അത് ജീവജാലങ്ങളിലും ഒതുങ്ങി നിൽക്കുകയില്ല. ഒരു കുട്ടി ഒരിക്കലും മരത്തിന് കല്ലെറിയായിരുന്നു, പഴമില്ലാത്ത മരത്തിന്. നബി തിരുമേനിയോട് ചോദിച്ചു, എന്തിനാണ് മോനെ ആ മരത്തിനെ കല്ലെറിയുന്നത്? അതിൽ പഴമില്ലല്ലോ. ആ കുട്ടി പറഞ്ഞു, തമാശക്കാണ്, വെറുതെയാണ്. പ്രവാചകൻ പറഞ്ഞു, അരുത് മോനെ, ആ മരത്തിന് വേദനിക്കും. മരത്തിൻ്റെ വേദന ആത്മവേദനയാക്കി മാറ്റി സമൂഹത്തോട്, ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവോടും കരുണ കാണിക്കാനായിരുന്നു നബി തിരുമേനി ആവശ്യപ്പെട്ടത്. കടിക്കാൻ വരുന്ന പാമ്പിനെ കൊല്ലാം, പക്ഷേ മാളത്തിലേക്ക് പോകുന്ന പാമ്പിനെ കൊല്ലരുത് എന്നുകൂടി നബി തിരുമേനി പറയുകയുണ്ടായി. ഇത്രയേറെ കാരുണ്യം കാണിച്ച നബി തിരുമേനി ഒരിക്കലും ഭീരുവായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആദർശം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ചെന്നാലും എൻ്റെ ഈ ആദർശത്തെ ഞാൻ പിന്മാറുകയില്ല. ആദർശദാർഢ്യതയുണ്ട്, അതിലൊരിക്കലും കാപട്യമില്ല. അതേസമയം അസാധാരണമായ വിനയമുണ്ട്, വിട്ടുവീഴ്ചയുണ്ട്, കാരുണ്യമുണ്ട്, ഉദാരതയുണ്ട്, നീതിബോധമുണ്ട്. ജീവിതത്തിൻ്റെ മുഴുമേഖലകളിലുമുള്ള ഈ മാതൃകയായിരുന്നു കാണിച്ചത്. പ്രവാചകനും തൻ്റെ അടുത്തനുയായിയുമായ അബൂബക്കർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയാണ്. അപ്പോൾ അവർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു. ആ ഒളിച്ചിരിക്കുമ്പോൾ മുന്നിൽ ശത്രുക്കൾ വന്നു. പ്രവാചകൻ്റെ കൂട്ടുകാരനായ അബൂബക്കർ അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു. പക്ഷേ നബി തിരുമേനി പറഞ്ഞു, പേടിക്കേണ്ടതില്ല, ദൈവം രക്ഷിക്കും, ധീരമായിരിക്കും. ഈ ധീരതയായിരുന്നു നബി തിരുമേനിയിൽ ഉണ്ടായിരുന്ന സുവിശേഷം. അപ്പോൾ ധീരതയും അതോടൊപ്പം തന്നെ വിട്ടുവീഴ്ചയും, ശക്തിയും ഭക്തിയും, വിചാരവും വികാരവും, വിവേകവും വിപ്ലവവും,
ഇതെല്ലാം ഒത്തുചേർന്ന മഹിതമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു നബി തിരുമേനി. ആ നബി തിരുമേനിയെപ്പോലെ അനുകരിക്കപ്പെടുന്ന ഒരാൾ ലോകത്തില്ല എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. പ്രവാചകൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പ്രവാചകൻ്റെ മാതൃകയുണ്ട്. രാവിലെ ലോകത്തെങ്ങാനുമുള്ള നന്ന ചുരുങ്ങിയ 100 കോടിയിലേറെ മനുഷ്യർ എഴുന്നേൽക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നു, ഞങ്ങളെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ദൈവമേ നിനക്ക് സ്തുതിയെന്ന്. അഥവാ മുഹമ്മദ് നബി 1400 കൊല്ലം മുമ്പ് പറയാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ലോകത്തിലെ മുഴുവൻ മനുഷ്യർ, മുഴുവൻ വിശ്വാസികളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയുന്നു, ദൈവമേ ഞങ്ങളെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ നിനക്ക് സ്തുതി. അത് കഴിഞ്ഞ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവർ ബാത്റൂമിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഇടതുകാൽ എടുത്തു വെക്കുന്നു. എല്ലാവരും എടുത്തു വെക്കുന്നു. ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യർ ഒരേപോലെ ഇടതുകാൽ എടുത്തു വെക്കുന്നു. അപ്പോൾ അവർ പറയും, ദൈവമേ എന്നെ പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കണേ. തിരിച്ചു വരുമ്പോൾ എല്ലാവരും വലതുകാൽ എടുത്തു വെക്കുന്നു. അവർ പറയുന്നു, ഈ എല്ലാ വിഷമത്തിൽ നിന്നും എന്നെ രക്ഷിച്ച ദൈവമേ നിനക്ക് സ്തുതി. അതങ്ങ് കഴിഞ്ഞ് അവർ പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ മാത്രമല്ല, അവർ ചായ കഴിക്കുമ്പോൾ എല്ലാവരും വലതു കൈ കൊണ്ട് കഴിക്കുമ്പോൾ എല്ലാവരും പറയുന്നു, ദയാമയനായ പരമകാരുണികനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാനിത് കഴിക്കുന്നു, അവനാണല്ലോ ഇത് നൽകിയത്. കഴിച്ച് തീരുമ്പോൾ പറയുന്നു, ഇതെനിക്ക് നൽകിയ ദൈവമേ നിനക്ക് സ്തുതിയെന്ന്. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ കാണുമ്പോൾ പറയുന്നു, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സമാധാനവും രക്ഷയും ഉണ്ടാവട്ടെ. കേൾക്കുന്നവൻ പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സമാധാനവും രക്ഷയും കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഹസ്തദാനം ചെയ്യുന്നു. ദീർഘകാലത്തിന് ശേഷമാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ ആലിംഗനം ചെയ്യുന്നു. ഇങ്ങനെ ലോകത്തിലെ കോടിക്കണക്കിന് 100 കോടിയിലേറെ വരുന്ന മനുഷ്യരുടെ നടത്തം, ഇരുത്തം, കിടത്തം, ഉറക്കം, ഉണർച്ച, സ്വഭാവം, സമീപനം, സമ്പ്രദായം, പെരുമാറ്റം, തീന്, കുടി, സംസ്കാരം, നാഗരികത, സാമൂഹ്യ മര്യാദ, സാമ്പത്തിക സമീപനം, സാംസ്കാരിക നിയമങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ ക്രമങ്ങൾ, ഇതെല്ലാം അത്ഭുതകരമായി നിയന്ത്രിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് നബി തിരുമേനി. അതാരുടെയെങ്കിലും സ്വകാര്യ സ്വത്തല്ല, മുസ്ലിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല. നമുക്കറിയാം, പല നേതാക്കളും അവരുടെ അനുയായികൾക്ക് ആദരണീയരാണ്. പക്ഷേ മുഹമ്മദ് നബി അനുയായികൾക്ക് മാതൃകയാണ്. പക്ഷേ മുഹമ്മദ് നബി അനുയായികൾക്ക് മാത്രം മാതൃകയല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർദ്ദേശങ്ങൾ മുഴുവൻ മനുഷ്യർക്കും ഒന്നുപോലെ മാതൃകയാണ്. എല്ലാ മനുഷ്യർക്കും സ്വീകരിക്കാൻ കഴിയുന്നതാണ്. എല്ലാ ജനങ്ങൾക്കുമുള്ള പ്രവാചകനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വേദഗ്രന്ഥം, അദ്ദേഹത്തിൻ്റെ നാവിലൂടെ അവതീർണമായ വേദഗ്രന്ഥം പറഞ്ഞത്, ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മുഴുവൻ ലോകർക്കും അനുഗ്രഹമായിട്ടാണ് നിന്നെ നിയോഗിച്ചത്. മുസ്ലിങ്ങൾ ഒരു പക്ഷേ പറയും ഞങ്ങളുടെ നബിയെന്ന്. അതവിടെ അറിവുകേട് കൊണ്ടാണ്. ഞങ്ങളുടെ നബിയല്ല, നമ്മുടെ നബിയാണ്, പ്രപഞ്ചത്തിൻ്റെ നബിയാണ്, ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും പ്രവാചകനാണ്, എല്ലാവരുടെയും പ്രവാചകനാണ്, ആരുടെയെങ്കിലും പ്രത്യേകം പ്രവാചകനല്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് അറിയാവുന്ന പോലെ ഒ ബി വിജയൻ അദ്ദേഹത്തിൻ്റെ ഗുരുസാഗരത്തിൽ പറഞ്ഞത് എൻ്റെ പ്രവാചകൻ എന്ന്. ഒ ബി വിജയൻ എൻ്റെ പ്രവാചകനായി മുഹമ്മദ് നബിയെ കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ലോകത്തിലെ പ്രമുഖരായ പ്രവാചകൻ നിഷ്പക്ഷമായി പഠിക്കാൻ കഴിഞ്ഞവരൊക്കെ ഞങ്ങളുടെ പ്രവാചകൻ എന്ന് പറഞ്ഞു. അതിനാൽ എല്ലാവരുടെയും പ്രവാചകനാണ്. ആ പ്രവാചകൻ ഏതെങ്കിലും ജനവിഭാഗത്തിനേതല്ല. അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങളും അങ്ങനെയാണ്. ഒറ്റ ഉദാഹരണം നിങ്ങൾ ഓർത്ത് നോക്കൂ. നമ്മളൊക്കെ നിർവഹിക്കാറുള്ള പ്രാഥമികമായ കൃത്യമാണ് മൂത്രമൊഴിക്കുക എന്ന്. ആ ഒരൊറ്റ കാര്യത്തിൽ പ്രവാചകൻ നൽകിയ നിർദ്ദേശം നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. മൂത്രമൊഴിച്ചാൽ കഴുകണം. ഇതെല്ലാ മനുഷ്യർക്കും നല്ലതാണല്ലോ. മൂത്രമൊഴിക്കുമ്പോൾ ഒരു മറയുണ്ടാവണം. ലജ്ജാബോധമുള്ള ഏത് മനുഷ്യനും നല്ലതല്ലേ അത്. മൂന്നാമത് പറഞ്ഞു, വഴിയിൽ മൂത്രമൊഴിക്കരുത്. അത് ജനങ്ങൾക്ക് ദ്രോഹമാണല്ലോ, എല്ലാവരും ഉപേക്ഷിക്കേണ്ട കാര്യമല്ലേ. ഇന്ന് നമുക്കറിയാമല്ലോ, ബസ് സ്റ്റാൻഡുകളൊക്കെ പോയാൽ എന്താ പ്രശ്നമെന്ന് നമുക്കൊക്കെ നന്നായി അറിയാമല്ലോ. വഴിയിൽ മൂത്രമൊഴിക്കരുതെന്നോ, മരച്ചുവട്ടിൽ മൂത്രമൊഴിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പഴം ചാടുന്ന സ്ഥലമാണ്, മാത്രമല്ല ആളുകൾ വിഷമിക്കുന്ന ഇടമാണ്. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുതെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ടതില്ലല്ലോ, അത് മാലിന്യമാണല്ലോ. പ്രവാചകൻ പറഞ്ഞു, മാളത്തിൽ മൂത്രമൊഴിക്കരുത്, കാരണം അത് ജീവജാലങ്ങൾക്ക് പ്രയാസമാണ്. എല്ലിമേൽ മൂത്രമൊഴിക്കരുത്, കാരണം അത് ജീവികളെ അനാദരിക്കലാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം അവിടുന്ന് ഒന്നുകൂടി പറഞ്ഞു, നബി തിരുമേനി ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾ മൂത്രത്തിൽ തുപ്പരുത്, കാരണം തുപ്പൽ ഉറുമ്പുകളുടെ ഭക്ഷണമാണ്, അവയുടെ ആഹാരത്തിൽ നിങ്ങൾ തുപ്പാതിരിക്കുക. അങ്ങനെ നൽകിയ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതാണ്, അല്ല, മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. കാണുമ്പോൾ പറയണമെന്ന് പറഞ്ഞു. അറബിയിലാണ് എന്നേ ഉള്ളൂ, അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സമാധാനവും ലക്ഷ്യമുണ്ടാവട്ടെ. നമ്മൾ ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർ പറയാറുള്ള എന്താ ഗുഡ് മോർണിംഗ് എന്നാണ്, അല്ലേ, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്ന് പറയും. നമുക്കറിയാമല്ലോ, മരിച്ചു കിടക്കുന്ന അച്ഛൻ്റെ അടുത്തിരിക്കുന്ന മകളോട് ഗുഡ് ഈവനിങ് എന്ന് പറയാൻ പറ്റുമോ? രാത്രി മുഴുവനും രോഗമായി പകൽ എഴുന്നേൽത്തിന് നടക്കാൻ കഴിയാത്ത മനുഷ്യനോട് എങ്ങനെ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയാം? അതേ സമയത്ത് എല്ലാ മനുഷ്യരോടും നമുക്ക് പറയാമല്ലോ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന്. കേൾക്കുന്ന ആൾ പറയേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കാരുണ്യവും ഉണ്ടാവട്ടെ എന്നാണ്. ഏവർക്കും സ്വീകരിക്കാവുന്നതാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ എന്നത്. പിന്നീട് പ്രവാചകൻ ആവശ്യപ്പെട്ട് നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഹസ്തദാനം ചെയ്യണമെന്നാണ്. അതൊരു സ്നേഹപ്രകടനത്തിൻ്റെ ഭൗതിക ദൃഷ്ടാന്തമാണ്. എല്ലാവർക്കും സ്വീകാര്യമായ കാര്യമാണല്ലോ അത്. ഞാൻ സൂചിപ്പിക്കുന്നത് മുഹമ്മദ് നബി ഏതെങ്കിലും ജനവിഭാഗത്തിൻ്റെ നബിയല്ല, മുഴുവൻ മനുഷ്യരുടെയും പ്രവാചകനാണ്, ലോകത്തിൻ്റെ പ്രവാചകനാണ്. അദ്ദേഹത്തിലൂടെ അവതീർണമായ ഗ്രന്ഥം ലോകത്തിൻ്റെ ഗ്രന്ഥമാണ്.
അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ജനനവും മരണവുമൊക്കെ നടന്നൊരു മാസമാണ് ഇത്. അറബിയിൽ ഇത് റബീഉൽ അവൽ എന്ന മാസമാണ്. ഈ മാസത്തിൽ പ്രവാചകൻ അനുസ്മരിക്കുന്ന ഈ വേളയിൽ മുഹമ്മദ് നബിയെ എന്ന ലോകഗുരുവെ, മാനവ സമൂഹത്തിൻ്റെ മാതൃകാപുരുഷനായ ആ വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശങ്ങളെ ഈ പ്രബുദ്ധമായ സഹൃദയ സദസ്സിന് മുമ്പിൽ പഠനത്തിന്, അന്വേഷണത്തിന്, വിചിന്തനത്തിന്, വിശകലനത്തിന്, നിശിതമായ നിരൂപണത്തിന്, അതിൽ കണ്ടെത്താവുന്ന എല്ലാ നല്ലതും സ്വീകരിക്കുവാൻ, അങ്ങനെ ജീവിത വിജയത്തിന് അത് വഴിയൊരുക്കുവാൻ വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. നമുക്കേവർക്കും ആവശ്യമായ മനസ്സിൻ്റെ ശാന്തിയുണ്ട്, വ്യക്തിജീവിതത്തിൻ്റെ വിശുദ്ധിയുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ ഭദ്രത വേണം, സമൂഹത്തിന് സമാധാനം വേണം, രാഷ്ട്രത്തിന് ക്ഷേമം വേണം. ആ എല്ലാം വാഗ്ദാനം ചെയ്യുന്ന പ്രവാചക ജീവിതത്തിൻ്റെ സന്ദേശവും പ്രവാചക ജീവിതത്തിൻ്റെ മാതൃകകളും ഈ സഹൃദയ സദസ്സിന് മുമ്പിൽ നിങ്ങളുടെ പഠനത്തിന്, നിങ്ങളുടെ അന്വേഷണത്തിന് വേണ്ടി വിനയപൂർവ്വം സമർപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കേവർക്കും ഇരുലോകത്തും അവൻ രക്ഷയും സമാധാനവും നന്മയും നൽകുമാറാവട്ടെ. പ്രവാചകൻ ഉൾപ്പെടെ ലോകത്ത് നിയോഗിതരായ മുഴുവൻ ദൈവദൂതന്മാരുടെയും എല്ലാ നല്ലവരായ മനുഷ്യരുടെയും ജീവിതത്തിൽ നിന്ന് മഹത്തായ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത വിജയം വരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ, സജ്ജനങ്ങളിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നിങ്ങൾക്കേവർക്കും ദൈവത്തിൻ്റെ രക്ഷാ സമാധാന പ്രാർത്ഥന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.